Hello guys, നമ്മൾ ചെയ്യാൻ പോകുന്നത് question number 567 permutation in a string. Given two strings s1 and s2, return true if s2 contains a permutation of s1 or false otherwise. In other words, return true if one of s1's permutations is the substring of s2. അതായത് s1ൻ്റെ പെർമ്യൂട്ടേഷനുകളിൽ ഏതെങ്കിലും ഒരു പെർമ്യൂട്ടേഷൻ s2വിനകത്തുള്ള ഒരു സബ്സ്ട്രിങ് ആണെങ്കിൽ ട്രൂ റിട്ടേൺ ചെയ്യാം. അപ്പോൾ സബ്സ്ട്രിങ് എന്ന് പറഞ്ഞാൽ എന്താണ്? സബ്സ്ട്രിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സ്ട്രിങ്ങിൻ്റെ പല പല ചെറിയ ചെറിയ പാർട്ടിനാണ് സബ്സ്ട്രിങ് എന്ന് പറയുന്നത്. പക്ഷേ ഏതെങ്കിലും പാർട്ടാണോ? അല്ല, കണ്ടിന്യൂസ് ആയിട്ടുള്ള പാർട്ട്. അതായത് EI ഒരു സബ്സ്ട്രിങ് ആണ്, EID ഒരു സബ്സ്ട്രിങ് ആണ്, ഈ S2ൻ്റെ EIDB ഒരു സബ്സ്ട്രിങ് ആണ്, EIDBA ഒരു സബ്സ്ട്രിങ് ആണ്, അതുകൊണ്ട് IDBA ഒരു സബ്സ്ട്രിങ് ആണ്, IDBDBA ഒരു സബ്സ്ട്രിങ് ആണ്, BA ഒരു സബ്സ്ട്രിങ് ആണ്, A ഒരു സബ്സ്ട്രിങ് ആണ്. അങ്ങനെ അടുത്തടുത്ത് കിടക്കുന്ന എല്ലാ എലമെൻസുകളും സബ്സ്ട്രിങ്സ് ആണ്. അപ്പോൾ S1ൻ്റെ പെർമ്യൂട്ടേഷൻ അഥവാ S2വിലെ ഒരു സബ്സ്ട്രിങ് ആണെങ്കിൽ ട്രൂ റിട്ടേൺ ചെയ്യുക. അതാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ പെർമ്യൂട്ടേഷൻ എന്താണ്? പെർമ്യൂട്ടേഷൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, പെർമ്യൂട്ടേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ AB-നെ എങ്ങനെയൊക്കെ എഴുതാം. AB ആണ് നമുക്ക് S1 ആക്കി, അതിൻ്റെ പെർമ്യൂട്ടേഷൻ എന്ന് പറഞ്ഞാൽ AB ആയിട്ട് എഴുതാം, B ആയിട്ട് എഴുതാം. ABC ആണെങ്കിലോ അതിനെ ABC ആയിട്ട് എഴുതാം, ACB ആയിട്ട് എഴുതാം, BAC എഴുതാം, അങ്ങനെ പല രീതിയിൽ അത് 6 തവണ എഴുതാം, 6 രീതിയിൽ എഴുതാം. അപ്പം പെർമ്യൂട്ടേഷൻ എന്ന് പറഞ്ഞാൽ ഈ ABCയും AB ആയാലും അതിൻ്റെ തിരിച്ചും മറിച്ചും എഴുതുക എന്നുള്ളതാണ്, ഒരു കോമ്പിനേഷൻ വരിക എന്നുള്ളത്. അപ്പം നമുക്ക് നോക്കേണ്ടത് ഈ S1 ഇതാണെന്നുണ്ടെങ്കിൽ S2വിനകത്ത് ഇതിൻ്റെ ഏതെങ്കിലും ഒരു കോമ്പിനേഷൻ കിടപ്പുണ്ടോ എന്ന് നോക്കണം. അത് കണ്ടിന്യൂസ് ആയിരിക്കും, കണ്ടിന്യൂസ് ആയിട്ട് ഇതിൽ ഏതെങ്കിലും ഒരെണ്ണം കണ്ടിന്യൂസ് ആയിട്ട് കിടപ്പുണ്ടോ എന്ന് നോക്കണം. അതാണ്. ഉണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുന്നു? ട്രൂ റിട്ടേൺ ചെയ്യുന്നു. ഓക്കെ, അപ്പോൾ ഇതെങ്ങനെ ചെയ്യാം? ഇത് സ്ലൈഡിങ് വിൻഡോയും ഹാഷ് മാപ്പ് യൂസ് ചെയ്യണം നമ്മളെല്ലാവരും ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ആ മെത്തേഡ് എങ്ങനെയാണെന്ന് നോക്കാം. ഫസ്റ്റ് തന്നെ നമുക്ക് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ 2 ഹാഷ് മാപ്പ് എടുക്കുക. ഓക്കെ, 2 ഹാഷ് മാപ്പ് എടുത്ത ശേഷം ഫസ്റ്റ് ഹാഷ് മാപ്പിൽ S1ൻ്റെ ഫ്രീക്വൻസി സ്റ്റോർ ചെയ്യുക. എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പെർമ്യൂട്ടേഷൻ എന്താണെന്നൊക്കെ പറഞ്ഞിരുന്നാലും ഇതിനകത്തുള്ള ആക്ച്വൽ ലോജിക് എന്ന് പറയുന്നത് S1ൽ A എത്ര തവണ ഉണ്ട്? ഒരു തവണ. S1ൽ B എത്ര തവണ ഉണ്ട്? ഒരു തവണ. S2വിൽ നമ്മൾ ഈ ഫ്രീക്വൻസി കമ്പയർ ചെയ്ത് പോകുമ്പം ഈ ഐനകത്ത് A എത്ര തവണ ഉണ്ട്? B എത്ര തവണ ഉണ്ട്? ഒരു തവണ പോലും ഇല്ല. IDനകത്ത് A എത്ര തവണ ഉണ്ട്? B എത്ര തവണ ഉണ്ട്? ഒരു തവണ പോലും ഇല്ല. DBനകത്ത് A എത്ര തവണ ഉണ്ട്? B എത്ര തവണ ഉണ്ട്? D ഒരു തവണ ഉണ്ട്, പക്ഷേ B ഒരു തവണ ഉണ്ട്, പക്ഷേ A ഇല്ല. BAനകത്ത് A എത്ര തവണ? B എത്ര തവണ ഉണ്ട്? 1. അപ്പം ഇങ്ങനെയാണ് നമ്മൾ കമ്പയർ ചെയ്യുന്നത്. ഓക്കെ, ഇങ്ങനെ കമ്പയർ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടും എന്താ പറയുക, അടുത്തടുത്തുള്ള രണ്ട് എലമെൻറ്റ്സ് കമ്പയർ ചെയ്യുമ്പോൾ, അതായത് രണ്ടെന്താ എടുത്തത്? കാര്യം ഇതിൻ്റെ ലെങ്ത് 2ആണ്. രണ്ട് എലമെൻറ്റ് എടുത്ത് കമ്പയർ ചെയ്യുമ്പോൾ നമുക്ക് അതിൻ്റെ ഫ്രീക്വൻസി 2 ഈക്വൽ ആണെന്നുണ്ടെങ്കിൽ ട്രൂ. അത്രയേ ഉള്ളൂ, ലോജിക്ക് അത്രയേ ഉള്ളൂ. അതായത് നെക്സ്റ്റ് നമ്മളിപ്പം ഇതിൻ്റെ ലെങ്ത് എന്ന് പറയുന്നത് 2 ആണല്ലോ. അപ്പോൾ നമ്മൾ ഇതിനകത്ത് 2 എലമെൻറ്റ്സ് വെച്ച് ഇങ്ങനെ കമ്പയർ ചെയ്ത് പോയി കഴിഞ്ഞാൽ EI, ID, DB, BA, AO, OO, OO അങ്ങനെ കമ്പയർ പോയി കഴിഞ്ഞാൽ ഏതെങ്കിലും ഒരെണ്ണത്തിൽ നമുക്ക് ഇതിൻ്റെ ഒരു പെർമ്യൂട്ടേഷൻ കിട്ടി. പെർമ്യൂട്ടേഷൻ എന്ന് പറഞ്ഞാൽ ഫ്രീക്വൻസി 2 ഈക്വലേ, അതായത് A ഒരു തവണ, B ഒരു തവണ, അതേപോലെ B ഒരു തവണ, A ഒരു തവണ, അങ്ങനെ വന്നു കഴിഞ്ഞാൽ അപ്പോൾ തന്നെ ട്രൂ റിട്ടേൺ ചെയ്യും. അപ്പോൾ ഫ്രീക്വൻസി വെച്ചുള്ള കളിയായതുകൊണ്ട് നമ്മൾ ഹാഷ് മാപ്പ് യൂസ് ചെയ്യുന്നു. ഹാഷ് മാപ്പിൽ നമ്മൾ ഫ്രീക്വൻസി സ്റ്റോർ ചെയ്യുന്നു. ഓക്കെ, അപ്പോൾ ഇതിനകത്ത് നമ്മൾ 2 ഹാഷ് മാപ്പ് എടുക്കുന്നു. ഫസ്റ്റ് ഹാഷ് മാപ്പ് എന്താ ചെയ്യുക? ഫസ്റ്റ് ഹാഷ് മാപ്പ് വിൽ സ്റ്റോർ ദ ഫ്രീക്വൻസി ഓഫ് S1. സ്റ്റോർ ദ ഫ്രീക്വൻസി ഓഫ് S1. അപ്പോൾ ഫസ്റ്റ് ഹാഷ് മാപ്പിൻ്റെ പരിപാടി എന്ന് പറഞ്ഞാൽ S1ൻ്റെ ഫ്രീക്വൻസി എല്ലാം സ്റ്റോർ ചെയ്ത് വെക്കുക. ഫസ്റ്റ് തന്നെ അത് സ്റ്റോർ ചെയ്ത് കഴിയും. അപ്പം ആ ഹാഷ് മാപ്പിൻ്റെ പരിപാടി കഴിഞ്ഞ്, ആ ഹാഷ് മാപ്പ് എന്ന് പറയുമ്പം ഒരു 26 സൈസുള്ള ഒരു അറേ ആവാൻ ചാൻസ് ഉണ്ട്. 26 എന്താ അടുത്ത്? ആൽഫബറ്റ്സിൻ്റെ എണ്ണമാണ് 26. ഇന്നത്തെ ക്വസ്റ്റ്യൻ്റെ കൺസ്ട്രൻസി പറയുന്നുണ്ട്, ഇവിടെ ഇട്ടിട്ടുണ്ട്. S1 S2 കൺസിസ്റ്റ് ഓഫ് ലോവർ കേസ് ഇംഗ്ലീഷ് ലെറ്റേഴ്സ്. അതുകൊണ്ട് 26 ലെറ്റേഴ്സ് അതിന് ലോവർ കേസേ വരത്തുള്ളൂ. അപ്പോൾ നമ്മളൊരു ഹാഷ് മാപ്പ് എടുത്തു കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് 26 സൈസ് ഇട്ടിട്ട് ഇവിടെ A to Z വരെ നമ്മൾ കൊടുത്ത് ചാറ് കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് അതിൻ്റെ ഫ്രീക്വൻസി ആഡ് ചെയ്ത് കൊടുക്കാം. A കാണുവാണെങ്കിൽ ഒരു ഇൻക്രിമെൻ്റ് കൊടുക്കുക, B കാണുവാണെങ്കിൽ ഒരു ഇൻക്രിമെൻ്റ് കൊടുക്കുക, വേറൊന്നും കണ്ടില്ല എന്നുണ്ടെങ്കിൽ ബാക്കിയെല്ലാം 0 0 0 0 0 0 0 0. ഇപ്പോൾ ഹാഷ് മാപ്പിൽ നമുക്ക് തന്നെ 0 0 ഇടേണ്ട കാര്യമില്ല. പക്ഷേ നമ്മളൊരു അറയാണ് എടുക്കുന്നതെങ്കിൽ നമ്മൾ 0യിൽ ആദ്യം എല്ലാം 0 ഇനിഷ്യലൈസ് ചെയ്തിട്ടായിരിക്കും നമ്മൾ ആ അറേ നമ്മൾ ഫ്രീക്വൻസി ഫില്ല് ചെയ്യുന്നത്. അപ്പോൾ ഹാഷ് മാപ്പിന് പകരം നമുക്ക് സാധാരണ ഒരു അറേ എടുക്കാം. ഹാഷ് മാപ്പ് തന്നെ എപ്പോഴും ഉപയോഗിക്കണമെന്നില്ല. അറയാണ് ഞാൻ ഇവിടെ കാണിച്ചിട്ട് പോകുന്നത് കുറച്ചുകൂടെ എളുപ്പമാണ്. കാര്യം ഹാഷ് മാപ്പ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് എപ്പോഴും ഇറേസ് ചെയ്യേണ്ടി വരും സ്ലൈഡിങ് വിൻഡോ കഴിഞ്ഞിട്ട്. അപ്പോൾ നമുക്ക് അത് എന്താണെന്ന് പിന്നെ പറഞ്ഞുതരാം. അത് ചെയ്യുമ്പോൾ മനസ്സിലാവും, കോഡ് ചെയ്യാൻ മനസ്സിലാവും.
ഓക്കെ. അപ്പോൾ നമ്മൾ ഫസ്റ്റ് ഹാഷ് മാപ്പിൽ നമ്മൾ എന്ത് ചെയ്യുന്നു, ഫ്രീക്വൻസി ഓഫ് S1 സ്റ്റോർ ചെയ്യും. സെക്കൻഡ് ഹാഷ് മാപ്പിലോ, സെക്കൻഡ് ഹാഷ് മാപ്പിൽ വി സ്റ്റോർ the frequency of the sliding window, I mean, or the window of the window in S2. രണ്ടാമത്തെ ഹാഷ് മാപ്പ് എന്താ സ്റ്റോർ ചെയ്യുക, സ്റ്റോർ ദ ഫ്രീക്വൻസി ഓഫ് ദ വിൻഡോ ഇൻ S2. ഫ്രീക്വൻസി ഓഫ് ക്യാരക്ടേഴ്സ്, അതായത് ക്യാരക്ടേഴ്സ് അത് ഉറപ്പാണല്ലോ, അത് മനസ്സിലായത് ഓൾറെഡി ഇതാണല്ലോ, നമുക്ക് അറിയാവുന്ന കാര്യമാണ്. അപ്പം സ്റ്റോർ ദ ഫ്രീക്വൻസി ഓഫ് ക്യാരക്ടേഴ്സ് ഓഫ് ദ വിൻഡോ ഇൻ S2. അതായത് എന്താണ് വിൻഡോ, എന്താണ് സ്ലൈഡിംഗ് വിൻഡോ. സ്ലൈഡിംഗ് വിൻഡോ എങ്ങനെ യൂസ് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ, സ്ലൈഡിംഗ് വിൻഡോ എന്ന് പറഞ്ഞാൽ ജസ്റ്റ് ഒരു ഒരു ടൈപ്പ് ഓഫ് വിൻഡോ, അതായത് നമ്മളൊരു റേഞ്ച് ഓഫ് വാല്യൂസ് എടുക്കുകയാണ്. അതിൻ്റെ ലെങ്ത്ത് എന്ന് പറയുന്നത്, ഇവിടെ നമുക്ക് ലെങ്ത്ത് എന്ന് പറയുന്നത് 2 ആണ്. എന്തുകൊണ്ടാണ് ഇവിടെ 2 ലെങ്ത്ത് വരുന്നത്, കാര്യം സൈസ് ഓഫ് S1 2 ആണ്. നമുക്ക് കമ്പയർ ചെയ്യേണ്ട വാല്യൂസ് എന്ന് പറയുന്നത് അടുത്തടുത്ത് നടക്കുന്ന രണ്ട് വാല്യൂ വെച്ചാണ്. അതുകൊണ്ട് നമ്മൾ സ്ലൈഡിംഗ് വിൻഡോ സൈസ് 2 ആയിട്ട് എടുക്കുന്നത്. സ്ലൈഡിംഗ് വിൻഡോ സൈസ് 2 ആയിട്ട് എടുക്കുന്നത് എന്തുകൊണ്ടാണ്, S1ൻ്റെ ലെങ്ത് 2 ആണ്. അപ്പം S1ൻ്റെ ലെങ്ത് എന്താണോ അതാണ് സ്ലൈഡിംഗ് വിൻഡോയുടെ സൈസ്. നമ്മൾ ഫസ്റ്റ് വിൻഡോ എന്ന് പറഞ്ഞാൽ EI വിൻഡോയിനകത്ത് നമുക്ക് നേരത്തെ പറഞ്ഞു ഹാഷ് മാപ്പിൽ നമ്മൾ, ഇത് ഫസ്റ്റ് ഹാഷ് മാപ്പ്, ഇത് സെക്കൻഡ് ഹാഷ് മാപ്പ്. ഫസ്റ്റ് ഹാഷ് മാപ്പിൽ നമ്മൾ എന്താ ചെയ്തത്, നമ്മൾ S1-നകത്തുള്ള ക്യാരക്ടേഴ്സിൻ്റെ ഫ്രീക്വൻസി അപ്ഡേറ്റ് ചെയ്തു. അപ്പം അതിനകത്ത് വന്നത് 1 1, ബാക്കിയെല്ലാം 0 0 0 എന്ന് കിടപ്പുണ്ട്. ഇവിടെ ആണെങ്കിലോ കിടപ്പുണ്ട്. അപ്പോൾ ഇത് നമുക്ക് ഓൾറെഡി സെറ്റ് ചെയ്തു. അടുത്തെന്ന് പറഞ്ഞാൽ നമുക്ക് ഹാഷ് മാപ്പ് 2ൻ്റെ എന്താണ്, സ്റ്റോർ ദ ഫ്രീക്വൻസി ഓഫ് ദ ക്യാരക്ടേഴ്സ് ഓഫ് ദ വിൻഡോ ഇൻ S2. അതായത് നമ്മൾ ഫസ്റ്റ് ഒരു വിൻഡോ എടുക്കുന്നു, അതിനകത്ത് ഒരു തവണയുണ്ട്, അപ്പോൾ നമ്മൾ E1 ആയി. എത്ര തവണ ഒരു തവണ ഉണ്ട്, അപ്പോൾ I1 ആയി. ഓക്കെ, ഇത് അങ്ങ് Z വരെ പോകും, 2 Z വരെ അങ്ങ് പോകും. അപ്പോൾ അങ്ങനെ എടുത്ത് ഒരു ഫസ്റ്റ് സ്ലൈഡിംഗ് വിൻഡോ എടുത്ത ശേഷം നമ്മൾ ഈ രണ്ട് ഹാഷ് മാപ്പും കമ്പയർ ചെയ്യുന്നു. കമ്പയർ ചെയ്യുമ്പോൾ നമുക്ക് ഒരു സെക്കൻഡ്, സോറി ഒരു കോൾ വന്നിരുന്നു. ഓക്കെ, ഞാൻ ഇവിടെ പറഞ്ഞു നിർത്തിയത്. ഓക്കെ, അപ്പോൾ നമ്മുടെ ഫസ്റ്റ് ഹാഷ് മാപ്പിൽ നമ്മൾ S1ൻ്റെ ക്യാരക്ടേഴ്സിൻ്റെ ഫ്രീക്വൻസി സ്റ്റോർ ചെയ്തു. സെക്കൻഡ് ഹാഷ് മാപ്പിൽ കറണ്ട് വിൻഡോൻ്റെ ഫ്രീക്വൻസി സ്റ്റോർ ചെയ്തു. അതിന് ശേഷം ഹാഷ് മാപ്പ് രണ്ടും കമ്പയർ ചെയ്തപ്പോൾ ഈക്വൽ അല്ലെന്ന് മനസ്സിലായി. കാര്യം ഇതെല്ലാം 0 ആണ്, പക്ഷേ ഈ രണ്ടെണ്ണം മാത്രമേ പറഞ്ഞുള്ളൂ. ഇവിടെ ഇത് രണ്ടെണ്ണമാണ് 1. അപ്പം ഇതിൻ്റെ ഈക്വൽ അല്ല മനസ്സിലായി. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു, ഫോൾസ് റിട്ടേൺ ചെയ്യില്ല. ഈക്വൽ അല്ല മനസ്സിലായെങ്കിൽ സ്ലൈഡിംഗ് വിൻഡോ മുന്നോട്ട് പോകും. ഈക്വൽ അല്ലെന്നുണ്ടെങ്കിൽ സ്ലൈഡിംഗ് വിൻഡോ മുന്നോട്ട് പോകുമ്പോൾ അടുത്ത സ്ലൈഡിംഗ് വിൻഡോ എന്താണ്, ID എന്നാണ് അടുത്ത സ്ലൈഡിംഗ് വിൻഡോ. അപ്പം ഈ സ്ലൈഡിംഗ് ID ആകുമ്പോഴത്തേക്കും നമ്മളിവിടെ Dയിൽ ഒരു 1 കൂടെ കൊടുക്കും. D ആണ് മുന്നോട്ട് പോയത്, അപ്പോൾ Dയിൽ ഒരു 1 കൂടെ കൊടുത്തു. അങ്ങ് മാറുമല്ലേ, എന്ന് മാറിയില്ല, അപ്പോൾ Eയിൽ 1 മൈനസ് ചെയ്തു, -1, അപ്പോൾ 0 ആയി. അപ്പം ഇവിടെ ഒരു സെക്കൻഡ്, ഇവിടെ 0 ആയി. ഓക്കെ, ഇവിടെ 0 ആയി. അപ്പോൾ ഇപ്പോഴും ഈക്വൽ അല്ല. അങ്ങനെ സ്ലൈഡിംഗ് വിൻഡോ പോയി അവസാനം DB പോയി. പിന്നെ BA വന്നപ്പോൾ ആകെ ഇതിനകത്തുള്ളത് ഇവിടെ 1 വന്നു, ഇവിടെ 1 വന്നു, ബാക്കിയെല്ലാം 0 വന്നു. അങ്ങനെയുള്ള ഈ രണ്ട് ഹാഷ് മാപ്പ് ഈക്വൽ ആണോ, ഇവിടെ 1, ഇവിടെ 1, ബാക്കിയെല്ലാം 0 ആണ്. അപ്പോൾ ഈ രണ്ട് ഹാഷ് മാപ്പ് ഈക്വൽ ആണ്. അപ്പോൾ ഈ രണ്ട് ഹാഷ് മാപ്പ് ഈക്വൽ ആയ സമയത്ത് അപ്പോൾ തന്നെ നമ്മൾ ട്രൂ റിട്ടേൺ ചെയ്യുന്നു. ഓക്കെ, നമുക്ക് ഈ ഫസ്റ്റ് സ്ട്രിങ്ങിനകത്തുള്ള ഒരു പെർമ്യൂട്ടേഷൻ സെക്കൻഡ് സ്ട്രിങ്ങിലുണ്ട്. കാര്യം മനസ്സിലായി? ആലോചിച്ച് നോക്കും, കാര്യം മനസ്സിലാവും. അപ്പോൾ സ്റ്റെപ്സ് എന്താണ്? സ്റ്റെപ്സ് എന്ന് പറയുന്നത്, ഫസ്റ്റ് രണ്ട് ഹാഷ് മാപ്പ് എടുക്കുക. സെക്കൻഡ്, സ്റ്റോർ ദ ഫ്രീക്വൻസി ഓഫ് S1 ആൻഡ് ഫസ്റ്റ് ഹാഷ് മാപ്പ്. തേർഡ്, സ്റ്റോർ ദ ഫ്രീക്വൻസി ഓഫ് കറണ്ട് വിൻഡോ ഓഫ് S2 ഇൻ സെക്കൻഡ് ഹാഷ് മാപ്പ്. ആൻഡ് മൂവ് ദ sliding window. And for each slide you compare the hash maps. If they are equal, return true. അപ്പോൾ അത്രയേ ഉള്ളൂ ഇൻഡ്യൂഷൻ എന്ന് പറയുന്നത്. ഇത് കോഡ് ചെയ്യുമ്പോൾ കുറച്ചുകൂടെ ക്ലിയർ ആവും. നമുക്ക് ഇന്ന് ചെയ്തു നോക്കാം. ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് എന്താ ചെയ്യുക, നമുക്ക് ഇതിനകത്തൊരു എഡ്ജ് കേസ് വരുന്നുണ്ട്. എഡ്ജ് കേസ് എന്ന് പറഞ്ഞാൽ അഥവാ S2 S1 വലുതാണെങ്കിൽ നമുക്ക് ഫോൾസ് റിട്ടേൺ ചെയ്യും. കാര്യം S1 അല്ലല്ലോ, S1 S2 വലുതാണെങ്കിൽ ഫോൾസ് റിട്ടേൺ ചെയ്യും. അതെന്താ, S1 ആണല്ലോ ചെറിയ സ്ട്രിങ്, S2 ആണല്ലോ വലിയ സ്ട്രിങ്. അപ്പോൾ S1 S2 വലുതാണെങ്കിൽ എന്തായാലും അതിൻ്റെ പെർമ്യൂട്ടേഷൻ ഇതിനകത്ത് കൊള്ളത്തില്ല. അപ്പോൾ തന്നെ ഫോൾസ് റിട്ടേൺ ചെയ്യും. അപ്പോൾ അങ്ങനെ ഒരു ടെസ്റ്റ് കേസ് ഈ ക്വസ്റ്റ്യൻ വരുന്നുണ്ട്. അപ്പോൾ അത് തന്നെ ആദ്യം തന്നെ നമുക്ക് ഹാൻഡിൽ ചെയ്തേക്കാം.
അപ്പോൾ നമ്മൾ ഈ S1 ഡോട്ട് greater than S2 dot return false. ഓക്കെ, ഫസ്റ്റ് തന്നെ അത് പോയി. അടുത്ത പരിപാടി എന്ന് പറഞ്ഞാൽ പറഞ്ഞ പോലെ സെക്കൻഡ് സ്റ്റെപ്പ് എന്തായിരുന്നു? സെക്കൻഡ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് സ്റ്റോർ ഫ്രീക്വൻസി ഓഫ് S1 ഇൻ ഫസ്റ്റ് ഹാഷ് മാപ്പ്. ഓക്കെ, ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് ഹാഷ് മാപ്പ് ക്രിയേറ്റ് ചെയ്യണം. ഹാഷ് മാപ്സിന് പകരം ഞാൻ ഇവിടെ അറേയാണ് ക്രിയേറ്റ് ചെയ്യാൻ പോകുന്നത്. അറേ ആയാലും ഹാഷ് മാപ്പ് എല്ലാം ഒരേപോലെ തന്നെ. അറേയാണ് കുറച്ചുകൂടെ സിമ്പിൾ എന്ന് എനിക്ക് തോന്നുന്നു. അപ്പോൾ ഇൻഡ് S1 ഫ്രീ S1 ഫ്രീക്ക് എന്ന് പറഞ്ഞാൽ S1 സ്റ്റോർ ചെയ്യാനുള്ള ഹാഷ് മാപ്പ് ഇത് അറേയാണ്. ഈക്വൽ ടു എത്ര സൈസ് വേണം അതിനകത്ത്? 26. അതാണ് 26 സൈസ് ആയത്. ആൽഫബറ്റ്സിൻ്റെ സൈസ് 26 ആണ്. ഈക്വൽ ടു നമ്മളെല്ലാം 0 ഇനിഷ്യലൈസ് ചെയ്യും. അപ്പോൾ ഇപ്പം എന്താ ഉണ്ടായത്? S1 ഫ്രീക്വൻസി എന്ന് പറഞ്ഞൊരു S1 ഫ്രീക്ക് എന്ന് പറഞ്ഞൊരു അറേ ക്രിയേറ്റ് ചെയ്തു. 26 സൈസുള്ള അത് 0 ആയിട്ട് ഇനിഷ്യലൈസ് ചെയ്തു. അതായത് അതിനകത്തുള്ള എല്ലാ എലമെൻറ്റും 0 ആണ്. ഈ ഇതാണ് നമ്മൾ എന്തിൻ്റെ ഫ്രീക്വൻസി സ്റ്റോർ ചെയ്യാൻ യൂസ് ചെയ്യുന്നത്? അതായത് S1ൻ്റെ ക്യാരക്ടർ ആൽഫബറ്റ്സിൻ്റെ ഫ്രീക്വൻസി സ്റ്റോർ ചെയ്യാൻ വേണ്ടി ഈ അറേ ഉപയോഗിക്കും. സെക്കൻഡ് ഹാഷ് മാപ്പ് ക്രിയേറ്റ് ചെയ്യാം. S2 ഇത് ഈ ക്യാപിറ്റൽ ലെറ്റർ കൊടുക്കണ്ട, മനസ്സിലാവുന്നുണ്ടോ? S2 ഫ്രീക്ക് അതും 26 തന്നെ, അതും 0 ഇനിഷ്യലൈസ് ചെയ്യാം. എല്ലാം 0 ആണ്. അടുത്ത സ്റ്റെപ്പ് ഞാൻ പറഞ്ഞു. അടുത്ത സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഫസ്റ്റ് ഹാഷ് മാപ്പ് ഫില്ല് ചെയ്യണം. എന്തായിട്ട് ഫില്ല് ചെയ്യണം? വിത്ത് ദ ക്യാരക്ടേഴ്സ് ഇൻസൈഡ് ദി S1. നമ്മൾ S1നകത്ത് ഓരോ ക്യാരക്ടർ എടുത്തിട്ട് നമ്മൾ S2വിനകത്ത് എന്ത് കൊടുക്കുകയാണ്? ഫില്ല് ചെയ്യണം. പക്ഷേ ക്യാരക്ടേഴ്സ് ഇൻ്റെ അറയ്ക്കകത്ത് ചേരുമോ? ഇല്ല. അപ്പോൾ ക്യാരക്ടേഴ്സ് ഇൻ്റെ അറയ്ക്കകത്ത് ചേരാത്തതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ മറ്റേ ഇത് ക്യാരക്ടർ എങ്ങനെയാണ് നമ്മൾ മാനിപ്പുലേറ്റ് ചെയ്തുകൊണ്ടിരുന്നത്? S1 ഫ്രീക്വൻസി ഓഫ് S1 ഹാഷ് മാപ്പിനകത്ത്, ഹാഷ് മാപ്പല്ല അറയ്ക്കകത്ത് C മൈനസ് A. മനസ്സിലായി? ഇത് മനസ്സിലായോ? പ്ലസ് പ്ലസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മൈനസിന് ഈക്വൽ ടു ഇട്ടല്ലേ, C മൈനസ് ആണ്, മൈനസ് A. ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ സിൻ്റെ ആസ്കി വാല്യൂ മൈനസ് എയിൻ്റെ ആസ്കി വാല്യൂ എടുക്കുമ്പോൾ ഒരു വാല്യൂ കിട്ടും. ആ വാല്യൂവിൻ്റെ പൊസിഷനകത്ത് 1 ഇൻക്രിമെൻറ്റ് ചെയ്യുന്നു. S1 ഫ്രീക്വൻസി ഹാഷ് മാപ്പിനകത്ത്, ഹാഷ് മാപ്പല്ല അറയ്ക്കകത്ത്. എന്താ സംഭവം? അതെന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ സിൻ്റെ ആസ്കി വാല്യൂ എന്ന് പറയുന്നത് എനിക്ക് തോന്നുന്നു പ്രോബ്ലി 98, 99 ആണ്. 98, 99 അല്ല, 99 മൈനസ് 97 ആണ് എയിൻ്റെ ആസ്കി വാല്യൂ. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? സിൻ്റെ വാല്യൂ 3 ആയിട്ട് കിട്ടി. 3 എന്ന് പറയുന്നത് ABC, മൂന്നാമത്തെ പൊസിഷനിൽ എന്ത് വരുന്നു? ഇവിടെ നമ്മുടെ ഫ്രീക്വൻസീൻ്റെ അവിടെ പ്ലസ് പ്ലസ് അടിക്കുന്നു. അതായത് സി എന്ന് പറയുന്നത് സി അല്ല, സി എന്ന് പറഞ്ഞാൽ സി അല്ല, സി എന്ന് പറഞ്ഞാൽ ക്യാരക്ടറാണ്. സിനകത്ത് എന്ത് ക്യാരക്ടറാണ് വരാം. ആ ക്യാരക്ടർ മൈനസ് സ്മോൾ a ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നത് പൊസിഷനാണ്. അതായത് നമുക്ക് ആ പർട്ടിക്കുലർ ലെറ്ററിൻ്റെ പൊസിഷൻ ഇൻ ദ ആൽഫബറ്റിക്കൽ ഓർഡറാണ് കിട്ടുന്നത്. അപ്പോൾ ആൽഫബറ്റിക്കൽ ഓർഡർ എന്നുള്ള ലെറ്ററിൻ്റെ പൊസിഷൻ കിട്ടിക്കഴിഞ്ഞാൽ ആ പൊസിഷനിൽ നമ്മൾ 1 ഇൻക്രിമെൻറ്റ് ചെയ്യുന്നു. ആ 1 ഇൻക്രിമെൻറ്റ് അർത്ഥം എന്താണ്? ആ പൊസിഷനിലുള്ള ക്യാരക്ടർ ഓൾറെഡി S1ലുണ്ട് എന്ന് മനസ്സിലാവും. ഓക്കെ, അപ്പോൾ അത് ചെയ്തു. അടുത്ത സ്റ്റെപ്പ് എന്തായിരുന്നു? സ്റ്റോർ ഫ്രീക്വൻസി കാർബൺ. അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഫസ്റ്റ് വിൻഡോ ക്രിയേറ്റ് ചെയ്യണം. ഫസ്റ്റ് വിൻഡോ ക്രിയേറ്റ് ചെയ്യാം. ഫസ്റ്റ് വിൻഡോ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ i is equal to 0, i less than S1 dot length i plus plus. എന്താ സംഭവം? ക്രിയേറ്റ് പറയാം. i is equal to 0, i less than S1 dot length i plus plus. ഫസ്റ്റ് വിൻഡോ ക്രിയേറ്റ് ചെയ്യണം. എന്താണ് ചെയ്യണം? S2 ഫ്രീക്ക് S2 ഫ്രീക്വൻസി S2 of I minus A plus plus. എന്താ സംഭവം?
അതായത് എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ i is equal to 0 to i less than s1 ഡോട്ട് ലെങ്ത്. അതായത് ഇതാണ് വിൻഡോയുടെ സൈസ്. 0 to s ലെസ് ദാൻ s1 വിൻഡോയുടെ സൈസ്. കാര്യം ഞാൻ പറഞ്ഞില്ലേ s1ൻ്റെ ലെങ്ത് ആണ് സ്ലൈഡിങ് വിൻഡോയുടെ സൈസ്. അപ്പോൾ ഇത് ഫസ്റ്റ് വിൻഡോ. ഫസ്റ്റ് വിൻഡോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ ഇത് ഈ സാധനം ഈ ഐ എന്ന് പറഞ്ഞ ഈ സാധനം മനസ്സിലായില്ലേ? അതായത് i is equal to 0 to i less than s1 ഡോട്ട് ലെങ്ത് അതായിരിക്കും വിൻഡോ സൈസ്. എന്നിട്ട് s2 ഫ്രീക്വൻസിക്കകത്ത് ഫ്രീക്വൻസി ക്യാഷ് മാപ്പിനകത്ത് s2 അറയ്ക്കകത്തുള്ള ith എലമെൻറ്റ് മൈനസ് ക്യാരക്ടർ. ഇതെന്തിനാണ് ചെയ്യുന്നത്? കാര്യം ഇതൊരു ഈ അറയ്ക്കകത്ത് ഇൻറ്റിജർ സ്റ്റോർ ആവത്തുള്ളൂ. അപ്പോൾ ഈ ആസ്കി വാല്യൂ മാനിപ്പുലേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് ഐൻ്റെ s2ൻ്റെ കറക്റ്റ് ആൽഫബറ്റ് s2നകത്ത് കിടക്കുന്ന ആൽഫബറ്റിൻ്റെ പൊസിഷൻ കിട്ടുന്നു. ആ പൊസിഷനകത്ത് നമ്മൾ ഇൻക്രിമെൻറ്റ് 1 ചെയ്യുന്നു. അപ്പോൾ നമുക്ക് ഫസ്റ്റ് വിൻഡോ നമ്മൾ ഓൾറെഡി ഹാഷ് മാപ്പ് ഇട്ട് കഴിഞ്ഞു. അപ്പോൾ തന്നെ ചിലപ്പം ഈക്വൽ ആണെങ്കിലോ അപ്പോൾ തന്നെ നമുക്ക് അതിനകത്ത് കിട്ടിക്കഴിഞ്ഞാലോ അപ്പോൾ തന്നെ ഈക്വൽ ആണെന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടി നമുക്കൊരു ചെക്ക് ഈക്വൽ ഫംഗ്ഷൻ എഴുതാം. ചെക്ക് ഈക്വൽ അപ്പോൾ തന്നെ ചെയ്യുന്നു. ഇഫ് ചെക്ക് ഈക്വൽ റിട്ടേൺ ട്രൂ. ഈ ചെക്ക് ഈക്വലിനകത്ത് നമുക്ക് s1 ഫ്രീക്വൻസി s2 ഫ്രീക്വൻസി 2 അറേ കൊടുക്കാം. ഇവിടെ ചെക്ക് ഈക്വൽ നമുക്ക് ഇവിടെ എഴുതാം. അതങ്ങ് ഇവിടെ ഇപ്പോൾ തന്നെ എഴുതി ചെയ്യാം. ചെക്ക് ഈക്വൽ എന്താണെന്ന് റിട്ടേൺ ചെയ്യുമ്പോൾ ഒരു ബൂളിയൻ വാല്യൂ ആയിരിക്കും. അപ്പം ബൂളിയൻ റിട്ടേൺ ടൈപ്പ് ചെക്ക് ഈക്വൽ ഫസ്റ്റ് എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് അറേ ആയിരിക്കും. ഫസ്റ്റ് അറേ എന്ന് പറയുമ്പോൾ നമുക്ക് ഇവിടെ വേണമെങ്കിൽ എന്ന് കൊടുക്കാം. എ ജാവയിലല്ലോ പറഞ്ഞാൽ എ ഇൻഡ് ബി. എന്നിട്ട് നമുക്ക് ചെക്ക് ചെയ്യണം ഈക്വൽ ആണോ. അപ്പോൾ എൻ്റെ i is equal to 0 i less than 26 എങ്ങനെ വന്നു? ഈ അറയുടെ സൈസ് 26 ആണ്. കാര്യം അറയ്ക്കകത്ത് വരുന്ന വാല്യൂസിൻ്റെ സൈസ് ഈ വരുന്ന ഈ മെത്തേഡിനകത്തുള്ള ഈ പാരാമീറ്ററിനകത്ത് വരുന്ന ഈ വാല്യൂ എന്ന് പറയുന്നത് 26 സൈസുള്ള ഒരു അറയാണ്. നമ്മൾ നേരത്തെ ക്രിയേറ്റ് ചെയ്ത സാധനമാണ്. അപ്പം നമുക്ക് ഓൾറെഡി അറിയാം അതിൻ്റെ സൈസ്. അതുകൊണ്ട് നമുക്ക് വേറെ സൈസ് എടുത്തിട്ട് അത് ഇതിനകത്തേക്ക് പാസ് ചെയ്യേണ്ട കാര്യമില്ല. നമുക്ക് ഓൾറെഡി 26 ആണെന്ന് അറിയാം. അതുകൊണ്ട് നമ്മൾ ലെസ് ദാൻ 26 i പ്ലസ് പ്ലസ് if a of I not equal to b of I turn false. അല്ലെന്നുണ്ടെങ്കിൽ turn true. എപ്പോഴെങ്കിലും ഇതിനകത്ത് നടക്കുന്ന ഈ എലമെൻറ്റ് എപ്പോഴെങ്കിലും ഒരു എലമെൻറ്റ് ഈക്വൽ അല്ലാന്നുണ്ടെങ്കിൽ അപ്പോൾ തന്നെ ഫോൾസ് റിട്ടേൺ ചെയ്യുന്നു. അത് ഫുൾ എലമെൻറ്റ് ഈക്വൽ ആണെങ്കിൽ ട്രൂ റിട്ടേൺ ചെയ്യുന്നു. അതിൻ്റെ അർത്ഥം നമ്മൾ ഇവിടെ റിട്ടേൺ ട്രൂ ചെയ്യുന്നു. ഇത് ട്രൂ ചെക്ക് ഈക്വൽ ആയാൽ ഇവിടെയും ട്രൂ. ഇവിടെ ട്രൂ ആയി കഴിഞ്ഞാൽ നമ്മൾ കൂടുതൽ പുറത്ത് പോയി നമ്മൾ ഓൾറെഡി ട്രൂ റിട്ടേൺ ചെയ്തു. അപ്പം ഇത് ചെക്ക് ഈക്വൽ സമയത്ത് നമ്മൾ ഇത് എന്തിനാണ് ചെയ്യുന്ന കാര്യം ഇത് ഫസ്റ്റ് വിൻഡോ ചെക്ക് ചെയ്യാനുള്ള ചെക്ക് ഈക്വലാണ്. ഫസ്റ്റ് വിൻഡോ ക്രിയേറ്റ് ചെയ്തു. ആ വിൻഡോ ചെക്ക് ചെയ്യാനുള്ള ചെക്ക് ഈക്വലാണ്. ഇനി നമുക്ക് വിൻഡോ ട്രാവേഴ്സ് ചെയ്യാം. അതായത് വിൻഡോ മുന്നോട്ട് കൊണ്ടുപോകാം. നമുക്കിനി വിൻഡോ മുന്നോട്ട് കൊണ്ടുപോകണം. വിൻഡോ മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടി നമുക്ക് ചെയ്യാം കോഡ് ചെയ്യാം. എങ്ങനെ ചെയ്യുന്നത് വെച്ചാൽ നമ്മൾ ആദ്യം ഇൻഡ് ലെഫ്റ്റ് എല്ലാം കൊടുക്കാം. ലെഫ്റ്റ് പോയിന്റർ 0 കൊടുക്കുന്നു. ഇതിപ്പോൾ ഇൻഡ് റൈറ്റ് പോയിന്റർ ഇസ് ഈക്വൽ ടു എന്താണ്? റൈറ്റ് പോയിന്റർ എവിടെ നിന്ന് തുടങ്ങും? റൈറ്റ് പോയിന്റർ വിൽ സ്റ്റാർട്ട് ഫ്രം s1 ഡോട്ട് ലെങ്ത്. എന്തുകൊണ്ടാണ്? ലെഫ്റ്റ് എന്ന് പറയുന്നത് വിൻഡോയുടെ ലെഫ്റ്റ് സൈഡ്, റൈറ്റ് എന്ന് പറയുന്നത് വിൻഡോയുടെ റൈറ്റ് സൈഡ്. അങ്ങനെയല്ലേ ശരി. അപ്പം ലെഫ്റ്റ് 0 നിൽക്കും, റൈറ്റ് s1 ഡോട്ട് ലെങ്ത് നിൽക്കും. അപ്പം വിൻഡോയുടെ സൈസ് എടുത്തു. അടുത്ത് r വിൽ ഗോ ടിൽ r ലെസ് ദാൻ s2 ഡോട്ട് ലെങ്ത്. s2നകത്താണ് നമ്മൾ നമ്മുടെ വിൻഡോ ട്രവേഴ്സ് ചെയ്യുന്ന s2നകത്താണ്. അതുകൊണ്ട് s2ൻ്റെ ലെങ്ത് വരെ നമ്മൾ എന്ത് ചെയ്യും? പോവും. അടുത്തത് r പ്ലസ് പ്ലസ്. ഓക്കെ. എന്നിട്ട് നമുക്കിതിനകത്ത് ചെയ്യേണ്ടത് എന്താണ്? അടുത്ത എന്താ പരിപാടി? എന്താ? നമ്മൾ സ്ലൈഡിങ് വിൻഡോ അപ്ഡേറ്റ് ചെയ്യണം. സ്ലൈഡിങ് വിൻഡോ അപ്ഡേറ്റ് ചെയ്യുന്ന ലോജിക്ക് എങ്ങനെ വരും നോക്കാം. സ്ലൈഡിങ് വിൻഡോ അപ്ഡേറ്റ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇപ്പോൾ ഇവിടെ ചെയ്ത ഈ സാധനം കണ്ട ഈ സാധനത്തിനകത്ത് ലെഫ്റ്റും റൈറ്റ് ഇട്ട് ചെയ്യുക. അതായത് s2 ഫ്രീക്വൻസി എന്ന് പറഞ്ഞ ഹാഷ് മാപ്പിനകത്ത്
S2 അറയ്ക്കകത്ത് ലെഫ്റ്റിനെ പ്ലസ് പ്ലസ് അടിക്കുക. ലെഫ്റ്റിനെയാണോ പ്ലസ് അടിക്കുന്നത്? ലെഫ്റ്റ് മൈനസ് ക്യാരക്ടർ അല്ലേ, എന്നാലല്ലേ അത് നമ്പർ ആകത്തുള്ളൂ, അല്ലെങ്കിൽ അത് ക്യാരക്ടർ അല്ലേ. S2 of L എന്ന് പറയുന്ന ഒരു ക്യാരക്ടറാണ്. ക്യാരക്ടർ മൈനസ് അടിക്കുമ്പോഴാണ് അത് ASCII കമ്പയർ ചെയ്ത് അവിടെ ഇൻറ്റിജർ വരുന്നത്. S2 ഫ്രീക്ക് S2 of R മൈനസ് A പ്ലസ് പ്ലസ്. അപ്പം ലെഫ്റ്റും റൈറ്റും മുന്നോട്ട് പോകുന്നു, സ്ലൈഡിങ് വിൻഡോ മുന്നോട്ട് പോകുന്നു. അത് കഴിഞ്ഞ് L പ്ലസ് പ്ലസ്. ഇവിടെ R പ്ലസ് പ്ലസ് ഓൾറെഡി ഇവിടെ ഉണ്ട്, L പ്ലസ് പ്ലസ് ഇവിടെ ചെയ്യുന്നു. അപ്പം നമ്മൾ ഫസ്റ്റ് വിൻഡോ കമ്പയർ ചെയ്തു, സെക്കൻഡ് വിൻഡോ പ്ലസ് പ്ലസ് അടിച്ചു, എന്നിട്ട് ചെക്ക് ചെയ്യുന്നു, എന്നിട്ട് അടുത്ത പ്ലസ് അടിക്കുന്നു, ചെക്ക് ചെയ്യുന്നു, അടുത്ത പ്ലസ് ചെക്ക് ചെയ്യുന്നു. സെക്കൻഡ് ആണ് ഈ സാധനം സെയിം സാധനം ഇവിടെ ചെക്ക് ചെയ്യുന്നു. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് വിൻഡോ ചെക്ക് ചെയ്തു, പിന്നുള്ള വിൻഡോകളെല്ലാം ഓരോന്ന് പറഞ്ഞാൽ ചെക്ക് ചെയ്ത് വരുന്നു. എപ്പം ട്രൂ ആയാലും അപ്പം ട്രൂ റിട്ടേൺ ചെയ്യും. നമുക്ക് എന്നിട്ട് ഇവിടെ ഇത് കഴിഞ്ഞ ശേഷം റിട്ടേൺ ഫോൾസ്, എല്ലാം പുറത്ത് വന്നു കഴിഞ്ഞാൽ ഫോൾസ്. അപ്പോൾ ഒന്ന് റൺ ചെയ്ത് നോക്കാം. എന്ത് സംഭവം? ഓക്കെ, ഓ ഇത് ഞാൻ ഇവിടെ ഇതായിരുന്നു. റോങ് ആൻസർ വന്നല്ലോ. വൈ 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 ഞാൻ നോക്കിയിട്ട് പറയാം. ഹലോ ഗൈസ്, അത് തെറ്റെന്താ പറ്റിയതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കിവിടെ ചെറിയൊരു ലോജിക്കൽ എറർ വന്നതാണ് സംഭവം. നമ്മളിവിടെ മൈനസ് ആണ്. സംഭവം എന്താണ്? നമുക്ക് എല്ല് മുന്നോട്ട് പോകുന്നത് ഓക്കെ, അതിനിവിടെ എല്ല് മുന്നോട്ട് പോകുന്നുണ്ട്. 6 മുന്നോട്ട് പോകുന്നത് നോക്കി, അതിനിവിടെ 6 മുന്നോട്ട് പോകുന്നുണ്ട്. നമുക്ക് ഇവിടെ ചെയ്യേണ്ടത് മുന്നോട്ട് പോകല്ലേ, ഇവിടെ ചെയ്യുന്നത് ആ ഫ്രീക്വൻസി കൗണ്ട് ഇൻക്രീസും ഡിക്രീസും ചെയ്യുകയാണ്. കാര്യം നമ്മളിപ്പോൾ ഇപ്പം L എന്ന് പറഞ്ഞാൽ സ്ലൈഡിംഗ് വിൻഡോ ലെഫ്റ്റ് സൈഡിലുള്ള ഒരു എലമെൻറ്റ് 1 ആയിരുന്നു. അത് കഴിഞ്ഞ് നമ്മൾ റൈറ്റ് സൈഡിലേക്ക് പോകുമ്പോൾ ആ എലമെൻറ്റ് കഴിഞ്ഞു. അപ്പോൾ നമ്മൾ ആ എലമെൻറ്റിനെ 1 മാറ്റി 0 ആക്കണം. അപ്പം മൈനസ് അടിക്കുക, നമ്മൾ മനസ്സിലായില്ലേ. അപ്പം ലെഫ്റ്റ് സൈഡിലുള്ള പോയിന്റർ മൈനസ് ആണ് അടിക്കേണ്ടത്, റൈറ്റ് സൈഡിലുള്ള പോയിന്റർ പ്ലസ് പ്ലസ് അടിക്കുക. അപ്പോൾ അതായിരുന്നു പ്രശ്നം. ആ ചെറിയൊരു ലോജിക്കൽ മിസ്റ്റേക്ക് വന്നതാണ് അവിടെ. ഓക്കെ, നമുക്ക് സബ്മിറ്റ് ചെയ്ത് നോക്കാം. ഓക്കെ, നമുക്കിനി ഇതിനകത്ത് ഒരു ബെറ്റർ സൊല്യൂഷൻ ഉണ്ട്. അതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ അതിന് പറയുന്നത് ഒരു എന്താ പറയുക, പറയുന്നത് ഒരു മാച്ചിങ് വേരിയബിൾ യൂസ് ചെയ്ത് നമ്മൾ ഇതിനെ കുറച്ചുകൂടെ എഫിഷ്യൻ്റ് ആകും. അതെങ്ങനെ ചെയ്യും ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഗൈസ്, നമുക്ക് എങ്ങനെ മാച്ചിങ് എന്ന് പറഞ്ഞൊരു വേരിയബിൾ വെച്ചിട്ട് ഇത് എങ്ങനെ നമുക്ക് ഒപ്റ്റിമൈസ് ചെയ്യാൻ നോക്കാം. ഒപ്റ്റിമൈസ് ചെയ്യുന്ന അർത്ഥം എന്ന് പറയുന്നത്, നമ്മൾ ഈ ഒരു കണ്ടീഷൻ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതിനകത്ത് ഈച്ച് ടൈം നമ്മൾ 26 തവണ ചെക്ക് ചെയ്യുകയാണ്. അപ്പം ഓരോ തവണ S1 S2 എലമെൻറ്റ്സിനും 26 തവണ ചെക്ക് ചെയ്യണം. അപ്പോൾ ഇതിൻ്റെ ടൈം കോംപ്ലക്സിറ്റി ഓഫ് 26 ഇൻറ്റു ലെങ്ത് ഓഫ് S2 എന്നായിരിക്കും. അപ്പോൾ നമുക്ക് ഈ ഒരു 26 ഇൻറ്റു എന്ന് പറഞ്ഞൊരു ഈ ഒരു ചെക്ക് ഒന്ന് ഈസി ആക്കാനായിട്ട് നമ്മളൊരു മിസ്മാച്ച് കൗണ്ടർ എന്ന് പറഞ്ഞൊരു വേരിയബിൾ എടുക്കുന്നു. അതൊരു ഇൻറ്റീജർ ആയിരിക്കും. അതിനകത്ത് നമ്മൾ കൗണ്ടറാണ്, അത് കൗണ്ട് ചെയ്യും, എത്ര വാല്യൂസ് ആക്ച്വലി മാച്ച് ചെയ്യുന്നു എന്നുള്ളത് കൗണ്ട് ചെയ്യും. ആ കൗണ്ട് അനുസരിച്ച് നമ്മൾ നമ്മുടെ സ്ലൈഡിംഗ് വിൻഡോ അപ്ഡേറ്റ് ചെയ്ത് കൊടുക്കും. അപ്പോൾ കൗണ്ട് 26 ആണെങ്കിൽ, അതായത് 26 എലമെൻറ്റ് മാച്ച് ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മൾ റിട്ടേൺ ചെയ്യും. അപ്പോൾ 26 എലമെൻറ്റ് മാച്ച് ചെയ്യുന്നെങ്കിൽ കൗണ്ട്, അതായത് നമ്മുടെ മാച്ച് കൗണ്ട് എന്ന് പറയുന്നത് 26 ആയിരിക്കും. അപ്പോൾ റിട്ടേൺ ചെയ്യും. അപ്പോൾ നമുക്ക് ആ ഒരു എന്താ പറയുക, മിസ്മാച്ച് കൗണ്ടർ എന്ന് പറയുന്ന വേരിയബിൾ ഉപയോഗിച്ച് എങ്ങനെ ചെയ്യാം നമുക്ക് നോക്കാം. ഇതിൻ്റെ ടൈം കോംപ്ലക്സിറ്റി എന്താ പറയുക 26 ഇൻറ്റു n ആണെങ്കിൽ നമ്മൾ മിസ്മാച്ച് കൗണ്ടർ ചെയ്യുമ്പോൾ അത് 26 പ്ലസ് n ആയിരിക്കും. അപ്പോൾ കുറച്ചുകൂടെ ഫാസ്റ്ററാണ്. അപ്പോൾ നമുക്ക് ഇത് എങ്ങനെ ചെയ്യാമെന്ന് നോക്കാം. നമുക്ക് എന്താണ് അതിൻ്റെ ഒരു ഇൻറ്റ്യൂഷൻ നോക്കാം. നമ്മളൊരു മാച്ചസ് എന്ന് പറഞ്ഞൊരു വേരിയബിൾ നമ്മൾ സെലക്ട് ചെയ്ത് വെക്കുന്നു. അതിനുശേഷം ആഫ്റ്റർ ക്രിയേറ്റിംഗ് ദ ഫസ്റ്റ് വിൻഡോ കൗണ്ട് ദ മാച്ചസ്, നമ്മൾ കഴിഞ്ഞ ഇത് മെത്തേഡ് ചെയ്തതുപോലെ ഒരു ഫസ്റ്റ് വിൻഡോ ക്രിയേറ്റ് ചെയ്ത ശേഷം നമ്മൾ എന്ത് ചെയ്യുന്നു, കൗണ്ട് ദ മാച്ചസ്. അതായത്
നമ്മൾ ഫസ്റ്റ് വിൻഡോ ക്രിയേറ്റ് ചെയ്യുന്നപ്പോഴാണ് നമ്മൾ ആദ്യം നമ്മുടെ ഫസ്റ്റ് ഹാഷ് മാപ്പിൽ ഓൾറെഡി നമ്മുടെ S1-ലുള്ള എലമെൻസിൻ്റെ ഫ്രീക്വൻസി ഇട്ട് കഴിഞ്ഞു. സെക്കൻഡ് ഹാഷ് മാപ്പിൽ നമ്മൾ എന്ത് ചെയ്തു, നമ്മൾ നമ്മുടെ ഫസ്റ്റ് വിൻഡോ ക്രിയേറ്റ് ചെയ്തു. ഫസ്റ്റ് വിൻഡോ ക്രിയേറ്റ് ചെയ്ത ശേഷം നമ്മൾ മാച്ചസ് കൗണ്ട് ചെയ്യണം. അതായത് ഫസ്റ്റ് വിൻഡോ ക്രിയേറ്റ് ചെയ്ത ശേഷം നമ്മൾ മാച്ചസ് എത്ര എണ്ണം ഉണ്ട് ഇൻ S1 ആൻഡ് S2. S1 ആൻഡ് S2 അല്ല, S1-ൻ്റെ ഹാഷ് മാപ്പ് ആൻഡ് നമ്മുടെ സ്ലൈഡിംഗ് വിൻഡോ S2-ൻ്റെ ഹാഷ് മാപ്പ് അകത്തുള്ള എത്ര എലമെൻറ്റ്സ് തമ്മിൽ മാച്ച് ആവുന്നു എന്നുള്ള കണക്കെടുക്കുക. അപ്പോൾ കണക്കെടുക്കുമ്പോൾ നമുക്ക് മാച്ചസ് ആ സമയത്ത് 26 കിട്ടിക്കഴിഞ്ഞാൽ അപ്പോൾ തന്നെ ട്രൂ റിട്ടേൺ ചെയ്യുക. കാര്യം 26 കിട്ടിക്കഴിഞ്ഞ അർത്ഥം എന്ന് പറഞ്ഞാൽ അതിനകത്തുള്ള എല്ലാ എലമെൻസും മാച്ച് ആവുന്നുണ്ടെന്നുള്ളതാണ്. കാര്യം നമ്മളിപ്പം S1-നുള്ള ഫ്രീക്വൻസി 1 കിടക്കുകയാണ്. അതായത് ഇപ്പോൾ എയും ബിയും 1 ആണ്, ബാക്കിയെല്ലാം 0 ആണ്. എന്നിട്ട് നമ്മുടെ S2-നകത്തുള്ള ഹാഷ് മാപ്പിനകത്തുള്ള ഇതും എയും ബിയും 1 ആണ്, ബാക്കിയെല്ലാം 0 ആണെങ്കിൽ നമ്മൾ അതിനകത്തുള്ള എല്ലാ എലമെൻസും മാച്ച് ആവുകയാണ്. അതായത് രണ്ട് ഹാഷ് മാപ്പിലുള്ള എല്ലാ എലമെൻസും മാച്ച് ആവുകയാണ്. അതിൻ്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ S1 ഈസ് ഈക്വൽ ടു S1 is already present in the S2, the current sliding S2. അതായത് ആ സ്ലൈഡിങ് വിൻഡോ, അതായത് ആ പെർട്ടിക്കുലർ വിൻഡോയിനകത്തുള്ള വാല്യൂസ് മാച്ച് ആവുകയാണ്. അതുകൊണ്ട് നമുക്ക് അപ്പോൾ തന്നെ റിട്ടേൺ ചെയ്യും. അതായത് 26 എണ്ണവും നമുക്ക് 26 എണ്ണവും മാച്ച് ആവുകയാണെങ്കിൽ, രണ്ട് ഹാഷ് മാപ്പിൽ മാച്ച് ആണെങ്കിൽ ട്രൂ റിട്ടേൺ ചെയ്യും. ഓക്കെ, അഡ്ജസ്റ്റ് ദ മാച്ചസ് വേരിയബിൾ ഫോർ ദ മൂവിങ് വിൻഡോ. എന്താ നമ്മൾ ട്രൂ അല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ സ്ലൈഡ് ചെയ്യും, വിൻഡോ സ്ലൈഡ് ചെയ്യുന്നു. വിൻഡോ സ്ലൈഡ് ചെയ്യുമ്പോൾ നമുക്ക് മാച്ച് വേരിയബിൾ നമുക്ക് പ്രോസസ്സ് ചെയ്യണം. അപ്പോൾ അതിനൊരു ലോജിക് ഉണ്ട്. അതെന്താ നമുക്ക് താഴെ ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ ഈ ഒരു ലോജിക് വെച്ചായിരിക്കും നമ്മൾ ആ മാച്ചസ് വേരിയബിൾ ഇൻക്രിമെൻ്റ് അല്ലെങ്കിൽ ഡിക്രിമെൻറ്റ് ചെയ്യുന്നത് നമ്മൾ മൂവിങ് വിൻഡോ അനുസരിച്ച്. ഇഫ് അറ്റ് എനി ടൈം ഇൻ ദ സ്ലൈഡ് ഇഫ് മാച്ച് ഈസ് ഈക്വൽ ടു 26 ദെൻ റിട്ടേൺ ട്രൂ. അതായത് നമ്മൾ ഓരോ തവണ നമ്മൾ ട്രാവേഴ്സ് ചെയ്യുന്ന സമയത്ത് നമ്മൾ മാച്ച് നോക്കിക്കൊണ്ടിരിക്കും. അപ്പോൾ മാച്ച് 26 ആണെന്ന് എപ്പോൾ കണ്ടോ അപ്പോൾ തന്നെ നമ്മൾ ട്രൂ റിട്ടേൺ ചെയ്യും. 26 ആയി കഴിഞ്ഞാൽ അർത്ഥം എന്താണ്? രണ്ട് ഹാഷ് മാപ്പ് ഈക്വൽ ആണ്. രണ്ട് ഹാഷ് മാപ്പ് ഈക്വൽ ആണെങ്കിൽ അർത്ഥം എന്താണ്? S1-നകത്തുള്ള പെർമ്യൂട്ടേഷൻ, S1-ൻ്റെ ഒരു ടൈപ്പ് ഓഫ് പെർമ്യൂട്ടേഷൻ S2-ലുണ്ട്. ഓക്കെ, അപ്പം മാച്ച് ലോജിക് ഇൻ സ്ലൈഡിംഗ് വിൻഡോ. അപ്പോൾ എന്താണ് ഈ മാച്ച് ലോജിക്? നമ്മൾ സ്ലൈഡിംഗ് വിൻഡോ ഞാൻ പറഞ്ഞ മാച്ച് എങ്ങനെ നമുക്ക് മാച്ച് വേരിയബിൾ വിൻഡോൻ്റെ ട്രാവേഴ്സൽ അനുസരിച്ച് നമുക്ക് ഇൻക്രിമെൻ്റ് അല്ലെങ്കിൽ ഡിക്രിമെൻറ്റ് ചെയ്യാം, ഇതാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. നമുക്ക് ഫോർ എക്സാമ്പിൾ ഞാൻ ഒരു ടെസ്റ്റ് കേസ് ഞാൻ തന്നെ എടുത്തൊരു ടെസ്റ്റ് കേസ് AB എന്ന് പറഞ്ഞാലാണ് നമ്മുടെ S1 എന്ന് വെച്ചോ. AB ആണ് S1, ഇതാണ് നമ്മുടെ S2. നമ്മുടെ രണ്ട് ഹാഷ് മാപ്പ്, ഇത് S1-ൻ്റെ ഫ്രീക്വൻസി സ്റ്റോർ ചെയ്യാൻ പറ്റിയ ഹാഷ് മാപ്പ്, ഇത് സ്ലൈഡിംഗ് വിൻഡോൻ്റെ ഈച്ച് വിൻഡോയിനകത്തുള്ള എലമെൻസിൻ്റെ ഫ്രീക്വൻസി സ്റ്റോർ ചെയ്യാൻ പറ്റിയ ഹാഷ് മാപ്പ്. അപ്പോൾ നമ്മളിപ്പോൾ S1 ഇതായിരുന്നെങ്കിൽ ABൻ്റെ ഫ്രീക്വൻസി സ്റ്റോർ ചെയ്യുമ്പോഴത്തേക്ക് ഇതിൽ 1 ബാക്കി എല്ലാം 0 വന്നേനെ, ഇതിൽ 1 വന്നേനെ. എന്നിട്ട് നമ്മൾ ഫസ്റ്റ് സ്ലൈഡിംഗ് വിൻഡോ അതായത് CD എടുക്കുവാണ്. ഫസ്റ്റ് സ്ലൈഡിംഗ് വിൻഡോ CD എടുക്കുമ്പോൾ നമ്മൾ ഇതിനകത്ത് Cയും Dയും 1 ആയിട്ട് ഇൻക്രിമെൻറ്റ് ചെയ്യും, ബാക്കി എല്ലാം 0 ആണ്. ഇങ്ങനെ ഇൻക്രിമെൻറ്റ് ചെയ്ത് കഴിഞ്ഞ ശേഷമാണ് നമ്മൾ മാച്ച് കൗണ്ട് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ മാച്ച് കൗണ്ട് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഈച്ച് എലമെൻറ്റ് ചെക്ക് ചെയ്യും. ഇതിങ്ങനെ CCDDEEFF ചെക്ക് ചെയ്യുമ്പോൾ നമുക്ക് മാച്ചിൻ്റെ കൗണ്ട് നമ്മൾ ഈക്വൽ ആണെങ്കിൽ മാച്ച് ++ അടിക്കും. ഇതിനകത്ത് ഈ ഒരു A മിസ്മാച്ച് ആണ്, B മിസ്മാച്ച് ആണ്, C മിസ്മാച്ച് ആണ്, D മിസ്മാച്ച് ആണ്, ബാക്കി എല്ലാം 0 ആയതുകൊണ്ട് ബാക്കി എല്ലാം ഈക്വൽ ആണ്. അപ്പോൾ അതിനകത്ത് ടോട്ടലി 26 - 4 മിസ്മാച്ച്, അതായത് 26 ടോട്ടൽ -4 മിസ്മാച്ചസ് ഈക്വൽ 22 മാച്ചസ് ആണ് ഈ പർട്ടിക്കുലർ സ്റ്റേറ്റിൽ രണ്ട് ഹാഷ് മാപ്പിലും വരുന്നത്. അപ്പോൾ നമുക്ക് അപ്പോൾ റിട്ടേൺ ചെയ്യാൻ പറ്റത്തില്ല. 26 ആണെങ്കിൽ റിട്ടേൺ ചെയ്യാൻ പറ്റത്തില്ല. 22 ആണ് മാച്ച്. ഓക്കെ, നമുക്ക് ഇനി എന്നാൽ നമുക്ക് മുന്നോട്ട് സ്ലൈഡ് ചെയ്യാം. നമുക്ക് ഈ വിൻഡോ സ്ലൈഡ് ചെയ്യണം. അടുത്ത സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ വിൻഡോ സ്ലൈഡ് ചെയ്യാണ്. നമ്മൾ വിൻഡോ സ്ലൈഡ് ചെയ്യുമ്പോഴത്തേക്ക് CD എന്ന് പറഞ്ഞ ഈ രണ്ട് നമ്മുടെ ഇതാണ് നമ്മുടെ ഫസ്റ്റ് വിൻഡോ. സെക്കൻഡ് വിൻഡോ എന്ന് പറയുമ്പോൾ DE ആയിരിക്കും സെക്കൻഡ് വിൻഡോ. DE ആകുമ്പോൾ രണ്ട് കാര്യങ്ങൾ അവിടെ സംഭവിക്കുന്നുണ്ട്. ഒന്നെന്ന് പറയുന്നത് E എന്ന് പറഞ്ഞ ഒരു ക്യാരക്ടർ ആ വിൻഡോയിലേക്ക് ആഡ് ആവുകയാണ്. C എന്ന് പറഞ്ഞ ഒരു ക്യാരക്ടർ വിൻഡോയിൽ നിന്ന് ഇറങ്ങുവാണ്. ഓക്കെ, ഇവിടെയാണ് ലോജിക്ക്. ഓക്കെ, ലോജിക്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ നമ്മുടെ റൈറ്റ് സൈഡിൽ +1 കൊടുക്കുന്നു, അതെപ്പോഴാണ് നമ്മൾ ഒരു ക്യാരക്ടർ എൻ്റർ ആകുമ്പോൾ. ലെഫ്റ്റ് സൈഡിൽ -1 കൊടുക്കുന്നു, അതെപ്പോഴാണ് ഒരു ക്യാരക്ടർ എക്സിറ്റ് ആകുമ്പോൾ. +1 -1 എവിടെയാണ് കൊടുക്കുന്നത്? അതിനകത്തുള്ള ആ ഫ്രീക്വൻസി കൗണ്ടർ. ഫ്രീക്വൻസി +1 കൊടുക്കുന്നു. അപ്പോൾ റൈറ്റ് സൈഡിനകത്ത് ഒരു ക്യാരക്ടർ എൻ്റർ ആകുമ്പോൾ, അതായത് റൈറ്റ് സൈഡിൽ +1 കൊടുക്കുന്നു, ലെഫ്റ്റ് സൈഡിൽ നമ്മൾ -1 കൊടുക്കുന്ന കാര്യം നമ്മളൊരു ക്യാരക്ടർ അതിൽ നിന്ന് ഇറങ്ങി പോകണം. അപ്പോൾ നമ്മൾ -1 കൊടുക്കണം. പക്ഷേ ഈ +1ഉം -1ഉം കൊടുക്കുന്നതിന് മുമ്പായിട്ട് നമ്മളൊരു കാര്യം ചെയ്യും. ഇവിടെ നമുക്ക് ഇഫ് എന്ന് പറഞ്ഞാൽ ഇവിടെ ഫ്രീക്വൻസി, അതായത് ഹാഷ് മാപ്പിന് എഴുതാം ഇവിടെ കേട്ടോ. ഇഫ് ഹാഷ് മാപ്പ് ഓഫ് S1 ഈസ് ഈക്വൽ ടു ഹാഷ് മാപ്പ് ഓഫ് S2 എന്നാണെങ്കിൽ, അതായത് ആ സ്ലൈഡിംഗ് വിൻഡോ ആണെങ്കിൽ നമ്മൾ M - C. അതെന്താ സംഭവം? അല്ലാന്നുണ്ടെങ്കിൽ M++C. അല്ലാന്നുണ്ടെങ്കിലല്ല, ഇവിടെ നമുക്ക് ഒരു ചെറിയ വ്യത്യാസമുണ്ട്. നമ്മൾ ആദ്യം ഹാഷ് മാപ്പിനോട് രണ്ട് ഹാഷ് മാപ്പ് ഈക്വൽ ആണെന്നുണ്ടെങ്കിൽ M - Cയും, അത് കഴിഞ്ഞ് നമ്മുടെ ഈ സ്റ്റെപ്പ്, നമ്മുടെ എന്താ പറയുക, എൻ്ററിങ്ങും എക്സിറ്റിങ്ങിൻ്റെയും
നമ്മൾ നമ്മുടെ സ്ലൈഡ് മുന്നോട്ട് പോകും, നമ്മുടെ വിൻഡോ മുന്നോട്ട് പോകും, മുന്നോട്ട് പോയി കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ ഈക്വൽ ചെക്ക് ചെയ്യും. എന്നിട്ട് ഈക്വൽ ആണെങ്കിൽ നമ്മൾ പ്ലസ് കൊടുക്കും. അത് ഇപ്പം നമുക്ക് പറഞ്ഞപ്പോൾ ഒന്നും മനസ്സിലായി കാണില്ല. നമുക്കത് ആ എക്സിക്യൂഷൻ കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും. ഞാൻ കാണിച്ചു തരാം. സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞു ഈ സ്ലൈഡ് ഈ സി ഡി നിന്ന് ഡി ഇ ആയപ്പോൾ രണ്ട് കാര്യങ്ങൾ സംഭവിച്ചത്. ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ ഇ എന്ന് പറയുന്ന വേരിയബിൾ ഈ സ്ലൈഡിംഗ് വിൻഡോയിൽ ആഡായി, സി എന്ന് പറഞ്ഞ വേരിയബിൾ സ്ലൈഡിംഗ് വിൻഡോയിൽ നിന്ന് ഇറങ്ങി. ഓക്കെ, അപ്പോൾ നമുക്ക് ഇതിൽ അവിടെ നിന്ന് വിഷ്വലൈസ് ചെയ്ത് നോക്കാം. ഫസ്റ്റ് സ്റ്റെപ്പ് നമ്മളെ സി എന്ന് പറയുന്നത് വേരിയബിൾ ഈ സ്ലൈഡിംഗ് വിൻഡോയിൽ നിന്ന് ഇറങ്ങി. ഓക്കെ, സി എന്ന് പറഞ്ഞ വേരിയബിൾ സ്ലൈഡിംഗ് വിൻഡോ ഇറങ്ങി കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യുന്ന, നമ്മൾ നേരത്തെ പറഞ്ഞത് നമ്മൾ ഫ്രീക്വൻസി ഡിക്രിമെൻറ്റ് ചെയ്യണം. പക്ഷേ ഫ്രീക്വൻസി ഡിക്രിമെൻറ്റ് ചെയ്യുന്ന മുമ്പിട്ട് നമ്മളൊരു കാര്യം നോക്കും. ഈ സി കറണ്ട് സി ഈസ് ഈക്വൽ ടു ദ പ്രീവിയസ് സി. അത് പ്രീവിയസ് സി അല്ല, നമ്മുടെ S1 ഹാഷിനുള്ള സി ആണോ നോക്കും. ഇവിടെ 1 ഇവിടെ 0 ആണ് കിടന്നത്. അപ്പോൾ ഈക്വൽ അല്ല എന്നുള്ളതാണ്. നമുക്കൊന്നും ചെയ്യേണ്ട, പ്രത്യേകിച്ച് ഒന്നും ചെയ്യേണ്ട കാര്യമില്ല. നമ്മൾ ഇവിടെ -1 കൊടുക്കുന്നു. അപ്പോൾ ഇത് 0 ആകുന്നു. ഓക്കെ, 0. ഇപ്പോൾ കറൻ്റ്ലി സി എന്ന് പറയുന്നത് 0 ആണ്. -1 കൊടുത്ത് 0 ആണ്. അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഈ ആഡ് ആവുകയാണ്. ഈ ആഡ് ആവുന്നതിന് അടുത്തല്ല, ഈ ആഡ് ആകുമ്പോൾ അടുത്തൊരു വേറെ സ്റ്റെപ്പ് ഉണ്ട്. ഇപ്പം സി 0 ആണല്ലോ, ഇവിടെ 0 ആണല്ലോ. ഇപ്പോൾ ഒരു മാച്ചായി. കണ്ടോ, നേരത്തെ ഇവിടെ C1 ആയിരുന്നു, അതുകൊണ്ട് മാച്ച് അല്ല. പക്ഷേ ഇപ്പോൾ 0 ആയി. അപ്പോൾ ഇവിടെയും 0 ആണ്. അപ്പോൾ 2 0 ആയ സ്ഥിതിക്ക് 2 മാച്ചായി. മാച്ച് ആയപ്പോൾ നമുക്ക് കറണ്ട് മാച്ച് വേരിയബിൾ ഇൻക്രിമെൻറ്റ് ചെയ്യണം. +1 23 ആയി. അപ്പോൾ ഫസ്റ്റ് സ്റ്റെപ്പ് കഴിഞ്ഞു. സെക്കൻഡ് സ്ലൈഡിംഗ് ചെയ്തപ്പോൾ സെക്കൻഡ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഈ എന്ന് പറഞ്ഞ ക്യാരക്ടർ ആഡ് ആവുകയാണ്. ഈ ക്യാരക്ടർ ആഡിന് മുമ്പ് നമ്മൾ നോക്കും ഈ ഈക്വൽ ആയിരുന്നോ അല്ലേ? ആയിരുന്നു. രണ്ടിലും 0 ആണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ എന്തായാലും ഇയിൽ നമ്മൾ ആഡ് ചെയ്യാൻ പോകണം. അതായത് നമ്മളൊരു 1 ആഡ് ചെയ്യാൻ പോവുകയാണ്, പ്ലസ് ആഡ് ചെയ്യാൻ പോവുകയാണ്. അതായത് നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ നമുക്ക് ഫ്രീക്വൻസി ആഡ് ചെയ്യണം. അപ്പം ആഡ് ചെയ്യുമ്പോൾ എന്തായാലും ഈക്വാലിറ്റി ബ്രേക്ക് ആവും. നേരെ ഈക്വൽ ആയിരുന്നു, ആഡ് ചെയ്യുമ്പോൾ ഈക്വാലിറ്റി ബ്രേക്ക് ആവും. അങ്ങനെയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, മാച്ച് മൈനസ് കൊടുക്കണം. ഇവിടെ ഒരു മൈനസ് കൊടുക്കുന്നു, 22 ആയി. പിന്നെ അപ്പം ഡി ഇ ആയി, എ ബി ആയി. കണ്ട, അപ്പോൾ മാച്ച് ഇപ്പോഴും 22 തന്നെ. നമ്മുടെ സ്ലൈഡിംഗ് വിൻഡോ സി ഡിന്ന് ഡി ഇയിലേക്ക് പോയി. ഓക്കെ, അടുത്തത് ഡി ഇ നമ്മൾ ഇ എയിലേക്ക് പോവുകയാണ്. അപ്പോൾ രണ്ട് കാര്യങ്ങൾ നടക്കുന്നു. ഒന്ന്, ക്യാരക്ടർ എ ഇതിലേക്ക് സ്ലൈഡിംഗ് വിൻഡോയിലേക്ക് ആഡ് ആവുന്നു, ക്യാരക്ടർ ഡി സ്ലൈഡിംഗ് വിൻഡോ ലീവ് ചെയ്യുന്നു. അപ്പോൾ നമുക്ക് ക്യാരക്ടർ ഡി സ്ലൈഡിംഗ് വിൻഡോ ലീവ് ചെയ്യുന്ന മുമ്പിട്ട് കറണ്ട് കണ്ടീഷൻസ് നോക്കാം. ഈ ഡിയും ഈക്വൽ ആയിരുന്നോ? അല്ല. അതുകൊണ്ടൊന്നും പ്രത്യേകിച്ചും ചെയ്യേണ്ട. അപ്പോൾ നമുക്ക് നേരെ മൈനസ് കൊടുക്കാം. മൈനസ് കൊടുക്കുമ്പോഴത്തേക്ക് അത് 0 ആവും. അടുത്ത സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ നമ്മൾ എ ആഡ് ആവുകയാണ്. അപ്പം എ ഇവിടെ ആഡ് ആവുകയാണ്. എ ആഡ് ആവുമ്പോൾ ഈ എയും ഈക്വൽ ആയിരുന്നു നേരത്തെ? അല്ല. അപ്പോൾ നമ്മൾ ഡി ഓൾറെഡി ഇതായല്ലോ. ഞാൻ എപ്പോഴും അത് പറഞ്ഞു. നമ്മൾ ഈ ഡി ഞാൻ പറഞ്ഞില്ല, ഡി നമ്മളിപ്പം ഡിക്രിമെൻറ്റ് ചെയ്തു. അത് കഴിഞ്ഞ് നോക്കുമ്പോൾ ഡി പിന്നെ ഈക്വൽ ആണ്. വേണ്ട, ആദ്യം ഡി 1 ആയിരുന്നു. അപ്പം ഈക്വൽ ആയിരുന്നോ? അല്ല, ഈക്വൽ അല്ലായിരുന്നു. അപ്പം നമ്മൾ ഒന്നും ചെയ്തില്ല, നമ്മൾ നേരെ ഡിക്രിമെൻറ്റ് ചെയ്തിട്ട് നമ്മൾ പിന്നെയും നോക്കും. പിന്നെയും നമ്മൾ എന്താ പറയുക, നമ്മൾ അതിൻ്റെ ഈക്വാലിറ്റി നോക്കുമ്പം കറണ്ട് ഡിയും 0 ആണ്, ഈ ഡിയും 0 ആണ്. അപ്പോൾ ഒരു മാച്ച് എക്സ്ട്രാ ആയി. കണ്ട, നേരത്തെ ഇവിടെ മാച്ച് അല്ലായിരുന്നു, ഇപ്പോൾ ഒരു മാച്ച് എക്സ്ട്രാ ആയി. അപ്പോൾ നമ്മൾ +1 അടിക്കണം. ഇപ്പോൾ 23 ആയി. എന്നിട്ട് പിന്നെയാണ് നമ്മൾ എ നോക്കുന്നത്. എയും ഈക്വൽ ആണോ? ഈക്വൽ അല്ല. അപ്പോൾ ഒന്നും ചെയ്യണ്ട, നമുക്ക് +1 കൊടുക്കാം. കാര്യം നമ്മുടെ റൈറ്റ് പോയിന്റർ മുന്നോട്ട് പോയി. ആ റൈറ്റ് പോയിന്റർ മുന്നോട്ട് പോയി, കൂടെ +1 കൊടുത്തു. ഇപ്പോൾ എ ഈക്വൽ ആണോ? ആണ്. ഇപ്പോൾ ഒരു പുതിയ മാച്ചായി. +1 24 ആയി. ഓക്കെ, അത് കഴിഞ്ഞിട്ട് ഈ സ്ലൈഡിംഗ് വിൻഡോ എ ബിയിലേക്ക് പോവാം. എ ബിയിലേക്ക് പോകുമ്പോൾ രണ്ട് കാര്യം നടക്കുന്നു. ഇ എന്ന് പറഞ്ഞ വേരിയബിൾ ഇതിൽ നിന്ന് ഇറങ്ങുന്നു, ബി എന്ന് പറഞ്ഞ വേരിയബിൾ ഈ സ്ലൈഡിംഗ് വിൻഡോയിലേക്ക് ആഡ് ആകുന്നു. ഓക്കെ, അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു, ഫസ്റ്റ് നമ്മൾ ഈ എങ്ങനെ ഇറങ്ങുന്നത് നോക്കാം. ഈ ഇറങ്ങുന്നതിന് മുമ്പിട്ട് നമ്മൾ ഈ രണ്ട് ഈക്വൽ ആയിരുന്നു നോക്കും. ഈ രണ്ട് ഈക്വൽ ആണോ? അല്ല. അപ്പോൾ ഒന്നും ചെയ്യേണ്ട, നമ്മൾ -1 കൊടുക്കുന്നു. -1 കൊടുക്കുമ്പോൾ 0 ആവുന്നു. 0 ആകുമ്പോൾ ഈ ഈക്വൽ ആണോ? 0 ആയപ്പോൾ ഈ ഈക്വൽ ആണ്. അപ്പോൾ എന്ത് ചെയ്യണം, പുതിയൊരു മാച്ച് ക്രിയേറ്റ് ആയിരിക്കുകയാണ്. കേട്ടോ, നേരത്തെ 1 ആയിരുന്നപ്പോൾ ഈ മാച്ച് അല്ല, ഇപ്പം മാച്ച് ക്രിയേറ്റ് ആയി. അപ്പോൾ നമ്മൾ +1 +25 ആയി, പ്ലസ് മാച്ച് +1. ഓക്കെ, അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് ബി എൻ്റർ ആവുന്നതാണ്. ബി എൻ്റർ എന്ന് പറഞ്ഞാൽ +1. ബി എൻ്റർ ആവുന്നതെല്ലാം +1, റിമൂവ് ആവുന്നതെല്ലാം -1. അപ്പം ബി എൻ്റർ ആകുമ്പോൾ നമ്മൾ ബീൻ്റെ ഇവിടെ നമ്മൾ +1 കൊടുക്കാൻ പോകണം. പക്ഷേ കൊടുക്കാൻ നമ്മളൊന്ന് ആലോചിക്കണം, ഈ ബി ഈക്വൽ ആയിരുന്നോ? അല്ല. അതുകൊണ്ട് കുഴപ്പമില്ല, നമ്മൾ നേരെ +1 കൊടുത്തു. ഇപ്പോഴോ പുതിയ മാച്ച് ഈക്വൽ ആണെങ്കിൽ പുതിയ മാച്ച്. അപ്പം 26. നമ്മൾ പുതിയ മാച്ച് കണ്ട അപ്പോൾ തന്നെ നമ്മൾ 26ലേക്ക് പോകുന്നു. അപ്പോൾ ഈക്വൽ കാണുമ്പോൾ നമ്മൾ മാച്ച് കൂട്ടുന്നു. നമ്മൾ റൈറ്റ് സൈഡിൽ, അതായത് നമ്മുടെ ലെഫ്റ്റ് സൈഡിൽ ഈക്വൽ കാണുമ്പോൾ മാച്ച് കുറയ്ക്കുന്നു.
റൈറ്റ് സൈഡിൽ ഈക്വൽ ആകുമ്പോൾ മാച്ച് കൂട്ടും. അപ്പോൾ മാച്ച് കുറയ്ക്കുന്നു അങ്ങനെയല്ലേ, അങ്ങനെയാണ് ഞാൻ പറഞ്ഞുകൊണ്ടിരുന്നത്. അത് സെയിം എനിക്ക് അത്ര ഉറപ്പില്ല. അപ്പം എന്തായാലും ഇപ്പോൾ 26 ആയപ്പോഴത്തേക്കും നമുക്ക് എന്തായി, നമ്മുടെ മാച്ച് കറക്റ്റ് ഇതാണ്ട കണ്ട, ഈ രണ്ട് ഹാഷ് മാപ്പും സെയിം ആയില്ലേ. അതിൻ്റെ അർത്ഥം നമ്മുടെ കറക്റ്റ് ആ പെർമ്യൂട്ടേഷൻ ആ പർട്ടിക്കുലർ സ്ട്രിങ്ങിനകത്ത് ഉണ്ടായിരുന്നു എന്ന് മനസ്സിലായി. നമ്മൾ വാല്യൂ റിട്ടേൺ ചെയ്യുന്നു. അപ്പോൾ ഇത് ഇപ്പോഴും ഇത് പറഞ്ഞിട്ടും ഇത് അത്രയ്ക്ക് മനസ്സിലായിട്ടില്ല എന്ന് മനസ്സിലായി കാണുന്ന കുറവർക്ക്. പക്ഷേ മനസ്സിലായിട്ടില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് കോഡ് ചെയ്യുമ്പോൾ കാര്യം മനസ്സിലാവും. നമുക്ക് കോഡ് ചെയ്ത് നോക്കാം. ഫസ്റ്റ് നമ്മൾ പഴയ ചെയ്തതുപോലെ സെയിം സാധനം നമ്മൾ മറ്റേ എഡ്ജ് കേസ് നമ്മൾ ഹാൻഡിൽ ചെയ്യണം. എസ് ഡോട്ട് ലെങ്ത് S2 ഡോട്ട് ലെങ്ത് റിട്ടേൺ ഫോൾസ്. അടുത്ത പരിപാടി എന്ന് പറഞ്ഞാൽ നമ്മൾ രണ്ട് ഹാഷ് മാപ്പ് ഇനിഷ്യലൈസ് ചെയ്യണം. ഇതൊക്കെ നേരത്തെ ചെയ്ത് വെച്ചതാണ്, നമുക്ക് നമ്മളങ്ങ് ചെയ്യാൻ. ഇതിപ്പം വീഡിയോൻ്റെ ലെങ്ത് കൂടി വരുവാണ്, ക്ഷമിക്കണം. എന്തായാലും ഫാസ്റ്റ് ചെയ്യാൻ ശ്രമിക്കാം. S2 കൗണ്ട് എന്ന് പറയുന്നത് ഹാഷ് മാപ്പാണ്. നേരത്തെ കൊടുത്ത ഫ്രീക്വൻ ആണ്, ആ ഫ്രീക്വൻ ആണ് കൊടുത്തേക്ക്. നമ്മൾ ഫസ്റ്റ് മാപ്പ് S1 ഫ്രീക്വൻസി സ്റ്റോർ ചെയ്യുന്ന ഹാഷ് മാപ്പ് നമ്മൾ ഫില്ല് ചെയ്യണം. ch of S1 frequency of ch plus ഇതിനെ പറയുന്നത് ഇവിടെ എന്താണെന്ന് പറയാം. S2 ഫ്രീക്വൻസി അല്ല, ഇവിടെ S1 ഫ്രീക്വൻസി. S2 ഫ്രീക്വൻസി S1 ഫ്രീക്വൻസി S1 frequency hash. ഓക്കെ, അടുത്ത സ്റ്റെപ്പ് എന്താണ്? അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമ്മൾ ഫസ്റ്റ് വിൻഡോ ക്രിയേറ്റ് ഫസ്റ്റ് വിൻഡോ ക്രിയേറ്റ് for i is equal to 0, I less than S1 dot length plus S2 frequency of S2 of I minus a plus. ഓക്കെ, അപ്പോൾ നമ്മൾ ഫസ്റ്റ് വിൻഡോ ക്രിയേറ്റ് ചെയ്തു. ഫസ്റ്റ് S2 ഹാഷ് മാപ്പ് നമ്മൾ ഇൻക്രിമെൻറ്റ് ചെയ്തു. ഹാഷ് മാപ്പിൽ ഫ്രീക്വൻസി ആഡ് ചെയ്തു ഫോർ ഫസ്റ്റ് വിൻഡോ. അടുത്തത് ഫസ്റ്റിൻ്റെ വൈ മാർക്ക്. അടുത്തതാണ് ഞാൻ പറഞ്ഞത്, അടുത്ത നമ്മുടെ മാച്ചസിൻ്റെ സ്റ്റെപ്പാണ്. മാച്ചസിൻ്റെ സ്റ്റെപ്പിൽ നമ്മൾ പറഞ്ഞു അടുത്ത സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ കൗണ്ട് ദ മാച്ചസ് ഫോർ ദ കറണ്ട് ഹാഷ് മാപ്സ്. അപ്പം നമ്മൾ കറണ്ട് മാച്ചസ് നമുക്ക് നോക്കാം. ഇൻഡ് മാച്ച് എന്നൊരു വേരിയബിൾ എടുക്കാം. MATCH 0 int I is equal to 0, I less than 26, I plus if S1 okay S1 frequency of I is equal to S2 ഫ്രീക്വൻസി. ഞാൻ ഹാഷ് മാപ്പ് എന്ന് പറഞ്ഞാൽ ഇത് അറയാണ്. ഹാഷ് മാപ്പ് ശരിക്കും ഹാഷ് മാപ്പ് എടുത്ത് വയ്ക്കുന്ന അറയാണ് ഹാഷ് മാപ്പ് നമ്മൾ യൂസ് ചെയ്യുന്നത്. L2 ആയിരുന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുന്നു, മാച്ച് പ്ലസ്. ഇതാണ് ഞാൻ പറഞ്ഞ മറ്റേ നമ്മൾ ഫസ്റ്റ് മാച്ച് കാൽക്കുലേറ്റ് ചെയ്യാണ് ഫോർ ദ ഫസ്റ്റ് സ്ലൈഡിംഗ് വിൻഡോ. ഫസ്റ്റ് വിൻഡോയ്ക്കുള്ള മാച്ചസ് നമ്മൾ ക്രിയേറ്റ് ചെയ്തു. ഇപ്പോൾ തന്നെ മാച്ച് ഓൾറെഡി 22 ആയിരിക്കുകയാണ്. കാര്യം ഞാൻ ആ പർട്ടിക്കുലർ എക്സാമ്പിളിന് വേണ്ടി. അപ്പം ഫസ്റ്റ് നമ്മൾ മാച്ച് നമ്മൾ ഓൾറെഡി ഇൻക്രിമെൻറ്റ് ചെയ്തു. ഇപ്പോൾ തന്നെ നമുക്ക് മാച്ച് ചിലപ്പം കറക്റ്റ് ആവും. ചിലപ്പം ഇഫ് മാച്ച് ഈക്വൽ ടു 26 ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ഓൾറെഡി കറക്റ്റ് ആണ്. അങ്ങനെയാണെങ്കിൽ അപ്പോൾ തന്നെ നമുക്ക് റിട്ടേൺ പ്രൂവ് ചെയ്യാം.
അല്ലെന്നുണ്ടെങ്കിൽ നമ്മൾ താഴോട്ട് പോകുന്നു നമ്മൾ അടുത്ത നമ്മുടെ പരിപാടി സ്ലൈഡിംഗ് വിൻഡോ മൂവ് ചെയ്യണം. അപ്പോൾ സ്ലൈഡിംഗ് വിൻഡോ അങ്ങനെ മൂവ് ചെയ്യും. നമ്മൾ ലെഫ്റ്റ് പോയിന്റർ 0 എടുക്കുന്നു. 4 ഇൻറ്റു റൈറ്റ് പോയിന്റർ ഫിസിക്കൽ എസ് ഡോട്ട് ലെങ്ത് കൊടുക്കുന്നു. റൈറ്റ് ലെസ് ദാൻ S2 ഡോട്ട് ലെങ്ത് കൊടുക്കുന്നു. നമ്മുടെ സ്ലൈഡിംഗ് വിൻഡോ S2ൻ്റെ ലെങ്ത് വരെ പോകുന്നു. R++ സ്ലൈഡിംഗ് വിൻഡോ സ്റ്റാർട്ട് ചെയ്യുന്ന എപ്പോഴും S1 ലെങ്ത്തിൻ്റെ അവിടെ നിന്നായിരിക്കും. കാര്യം S1 ആണ് അവിടെ, S1 ആണ് ലെങ്ത് കാര്യമായിരിക്കും. ഓൾറെഡി ഫസ്റ്റ് വിൻഡോൻ്റെ തുടക്കം Lലായിരിക്കും, അതിൻ്റെ ഒടുക്കം Rലായിരിക്കും. അപ്പം ആ രണ്ട് Lഉം Rഉം പോയിന്റർ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് എന്താണ് കമൻറ്റ് എന്ത് കൊടുക്കാൻ പറ്റും? സ്ലൈഡിങ്. ഓക്കെ, നമുക്കിനി എന്താ ചെയ്യാം? ഇനി നമുക്ക് ഇൻഡെക്സ് എടുക്കാം. ഇൻഡെക്സ് എന്ന് പറഞ്ഞാൽ ഇൻഡെക്സ് ആണോ? ഇൻഡെക്സ് എന്ന് പറഞ്ഞാൽ ഇൻഡെക്സ് ഓഫ് ദാറ്റ് പർട്ടിക്കുലർ ക്യാരക്ടർ. അതായത് നമുക്ക് നമ്മുടെ അകത്തേക്ക് ഞാൻ പറഞ്ഞില്ലേ എൻ്ററിങ്ങും എക്സിറ്റിങ്ങും. എൻ്ററിങ് ക്യാരക്ടറിൻ്റെ ഇൻഡെക്സ് എടുക്കണം, എക്സിറ്റിംഗ് ക്യാരക്ടർ ഇൻഡെക്സ് എടുക്കണം. അപ്പോൾ എൻ്റർ ഇൻഡെക്സ് എന്താണ്? നമ്മുടെ റൈറ്റ് പോയിന്റർ മുന്നോട്ട് പോകുമ്പോൾ നമ്മുടെ സ്റ്റഡി വിൻഡോയിൽ എൻ്റർ ആവുന്ന ക്യാരക്ടർ ഇൻഡെക്സ് എന്ന് പറയുന്നത് S2 ഓഫ് റൈറ്റിൻ്റെ മൈനസ് ഓഫ് A. ഇതാണ് നമ്മുടെ ആ ക്യാരക്ടറുടെ എൻട്രിങ് ക്യാരക്ടറിൻ്റെ ഇൻഡെക്സ്. എക്സിറ്റിംഗ് ക്യാരക്ടർ ഇൻഡെക്സോ എക്സിറ്റ് IDX എന്ന് പറയുന്നത് S2 ഓഫ് Lൻ്റെ അവിടെ ഈക്വൽ ടു അല്ല മൈനസ് ആണ്, Lൻ്റെ കറണ്ട് പൊസിഷൻ ആണ് നമ്മുടെ എക്സിറ്റിൻ്റെ ഇൻഡെക്സ് എന്ന് പറയുന്നത്. അടുത്ത് നമുക്കൊരു സ്വന്തമായിട്ട് നമുക്കൊരു മെത്തേഡ് ഉണ്ടാക്കാൻ. അതിൻ്റെ പേര് നമുക്ക് വേണമെങ്കിൽ എന്താ മാച്ച് മാനിപ്പുലേഷൻ നമ്മളൊരു മെത്തേഡ് ഉണ്ടാക്കുന്നു. ഈ മാച്ച് മാനിപ്പുലേഷൻ മെത്തേഡ് നമ്മൾ സ്വന്തമായിട്ട് ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ പോകുന്നു. നമുക്ക് ഇവിടെ തന്നെ ചെയ്യാം, പബ്ലിക്കിനകത്ത് തന്നെ ചെയ്യാൻ തൽക്കാലം. മാച്ച് മാനിപ്പുലേഷൻ നമ്മൾ റിട്ടേൺ ആവുന്ന എന്തൊക്കെയായിരിക്കും? പ്രത്യേകിച്ചൊന്നും റിട്ടേൺ ചെയ്യുന്നില്ല. അപ്പം കാര്യം നമ്മളിവിടെ റെഫറൻസ് പാസ് ബൈ റെഫറൻസ് ആണ് കൊടുക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് മാച്ച് വേരിയബിൾ ഇതിനകത്ത് തന്നെ നമ്മൾ പ്രോസസ്സ് ചെയ്യാണ്. വോയിഡ് നമുക്ക് എന്താ കൊടുക്കണം? മാച്ച് മാനിപ്പുലേഷൻ ചെയ്യാൻ വേണ്ടി നമുക്ക് എന്താ കൊടുക്കണം? നമുക്ക് കൊടുക്കേണ്ടത് ഫസ്റ്റ് നമുക്ക് ഇൻഡെക്സസ് കൊടുക്കാം. നമുക്ക് ഫസ്റ്റ് എൻ്റർ IDX എടുക്കുന്നു. എന്നിട്ട് നമുക്ക് ആഡ് ആണോ -1 ആണോ +1 ആണോ നോക്കണം. -1 +1 എവിടുന്നുള്ള -1 +1 ആണ്? ഇവിടുന്നുള്ള ഇവിടുന്നല്ലല്ലോ, നമ്മൾ ആഡ് ചെയ്തില്ലേ? അതായത് നമ്മൾ ഫസ്റ്റ് പോയിന്റർ ആഡ് ചെയ്തു, അതായത് റൈറ്റ് പോയിന്റർ മുന്നോട്ട് പോകുമ്പോൾ ആഡ് ചെയ്തു, ലെഫ്റ്റ് പോയിന്റർ മുന്നോട്ട് പോകുമ്പോൾ മൈനസ് ചെയ്തില്ലേ? ആ -1 +1 ആണ്. അതായത് Rന് വേണ്ടിയുള്ളത് നമ്മൾ +1 ആയിട്ട് കൊടുക്കുന്നു, Lന് വേണ്ടിയുള്ളത് -1 ആയിട്ട് കൊടുക്കുന്നു. അതാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. അപ്പം നമ്മൾക്കിവിടെ +1 എന്ന് കൊടുക്കാം, അല്ലെങ്കിൽ 1 എന്ന് കൊടുക്കാം. എന്നിട്ട് നമുക്ക് അടുത്ത പരിപാടി എന്ന് പറഞ്ഞാൽ നമുക്ക് S1 ഫ്രീക്വൻസി നമ്മുടെ S1 ഫ്രീക്വൻസി ഹാഷ് മാപ്പ്, S2 ഫ്രീക്വൻസി ഹാഷ് മാപ്പ്, എന്നിട്ട് നമുക്ക് മാച്ച് എന്ന് പറഞ്ഞ വേരിയബിളും കൂടെ കൊടുക്കാം. ഇതേപോലെ നമ്മൾ ഒന്നുകൂടെ എഴുതുന്നു. എന്തിനാണ് ഒന്നുകൂടെ എഴുതുന്നത്? നമുക്ക് ഈ സാധനം വർക്കാവുന്നത് റൈറ്റ് സൈഡിലുള്ള പോയിന്റർ, ഈ സൈഡ് വർക്കാവുന്ന ലെഫ്റ്റ് സൈഡിലുള്ള പോയിന്റർ എന്ന് പറയുമ്പോൾ ഇവിടെ ഔട്ട് ആയിരിക്കണം. എക്സിറ്റ് IDXൻ്റെ മെത്തേഡ് ഇവിടെ വർക്കാവും. ഇവിടെ -1 ആണ്. -1 എന്താണ് കാരണം? എക്സിറ്റ് ചെയ്യുന്ന എലമെൻറ്റിൽ നിന്ന് ഫ്രീക്വൻസി മൈനസ് ചെയ്യാൻ വേണ്ടി മൈനസ് കൊടുത്തു. S1 ഫ്രീക്വൻസി, S2 ഫ്രീക്വൻസി മാച്ച്, ഇത്രയും സെയിം ആയിട്ട് നമ്മൾ കൊടുത്തു. അടുത്ത് നമ്മൾ എന്ത് ചെയ്യണം? അടുത്തത് പരിപാടി എന്ന് പറഞ്ഞാൽ L++ ആണ്. L++ എന്താണെന്ന് ചെയ്യണമല്ലോ, നമ്മുടെ വിൻഡോ മുന്നോട്ട് കൊണ്ടുപോകണമല്ലോ. എന്നിട്ട് ഇഫ് മാച്ച് ഈക്വൽ ടു 26 എന്നുണ്ടെങ്കിൽ സ്ലൈഡിംഗ് വിൻഡോൻ്റെ ഈച്ച് ടൈമിൽ നമ്മൾ മാച്ച് ചെക്ക് ചെയ്യുന്നു. റിട്ടേൺ ട്രൂ.
എന്നിട്ട് ഇതിന് പുറത്തിറങ്ങി കഴിഞ്ഞാൽ അതിനർത്ഥം നമ്മൾ റിട്ടേൺ ഫോൾസ്. പക്ഷെ നമുക്ക് സ്വന്തമായിട്ട് നമ്മുടെ ഈ മെത്തേഡ് നമ്മളിത് ഇംപ്ലിമെൻറ്റ് ചെയ്തില്ല. ഇത് പരിപാടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഫസ്റ്റ് ഓഫ് ഓൾ നമുക്കൊരു എന്താണ് പറയുക, നമ്മൾ ഫസ്റ്റ് ഓഫ് ഓൾ നമ്മളടുത്ത് എന്താണ് നമ്മൾ അയച്ചത് എന്ന് പറയുന്നത് IDX ഇൻഡെക്സ്. നമുക്ക് IDX എന്താണ് ഇൻഡെക്സ് I. ഓക്കെ, ഇൻഡെക്സ് I. പിന്നെ നമ്മൾ സെൻഡ് ചെയ്തത് നമ്മുടെ +1 ആണോ -1 ആണോ, ഫ്രീക്വൻസി ആഡ് ചെയ്യണം. അപ്പോൾ അത് ആഡ് ഓർ ഇൻക്രിമെൻ്റ് എന്ന് പറയാം. അത് ഇൻ്റ് ആണ്. അപ്പം ഇൻറ്റ് ആഡ് ഓർ സബ്ട്രാക്ട്. എന്നിട്ട് അടുത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ S1 കൗണ്ടും പിന്നെ S2 കൗണ്ടുമാണ്. S1 കൗണ്ട് S2 എന്നല്ല, S1 ഫ്രീക്വൻസി, S2ൻ്റെ ഫ്രീക്വൻസി ഹാഷ് മാപ്പ്. അപ്പം ഹാഷ് മാപ്പ് നമുക്ക് എങ്ങനെ ഹാഷ് മാപ്പ് ആയിട്ട് എടുക്കുന്നത്. ഹാഷ് മാപ്പ് അല്ലല്ലോ, ഇത് അറയില്ലേ, അറയാണ്ട് സിമ്പിളാണ്. ഇൻറ്റ് A array ഇൻറ്റ് B array. അതിന് മാച്ച് മാത്രം നമ്മൾ എന്തായിട്ട് എടുക്കുന്നു, നമ്മൾ പാസ്വേഡ് റെഫറൻസ് ആയിട്ട് എടുക്കുക. ഓക്കെ, മാച്ച് മാത്രം നമ്മൾ പാസ്വേഡ് റെഫറൻസ് എടുത്ത് ബാക്കി അറ്റാച്ച് അല്ല മാച്ച്, ബാക്കിയെല്ലാം നമ്മൾ നോർമലായിട്ട് എടുത്തു. അടുത്ത ഇതിനകത്തുള്ള ലോജിക്ക് നമുക്ക് ചെയ്ത് നോക്കാം. ഇതിനകത്തുള്ള ലോജിക്ക് എന്താ ഞാൻ പറഞ്ഞത്, നമ്മൾ പറഞ്ഞു ആദ്യം നമ്മുടെ 2 ഹാഷ് മാപ്പിലുള്ള കറണ്ട് എലമെൻറ്റ് ഈക്വൽ ആണോ നോക്കുന്നു. ഈക്വൽ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ മാച്ച് മൈനസ് ചെയ്യുന്നു, ഫോർ മൈനസ് ചെയ്യുന്നു. അത് കഴിഞ്ഞ് നമ്മൾ മുന്നോട്ട് കൊണ്ടുപോകുന്നു. പിന്നെ ഈക്വൽ ആണോ നോക്കുന്നു. ഈക്വൽ ആണെന്നുണ്ടെങ്കിൽ മാച്ച് ++ ചെയ്യുന്നു. അതായത് ഫോർ എക്സാമ്പിൾ നമ്മളിവിടെ ചെയ്യാൻ പോകുന്നത് ഇഫ് എ എന്ന് പറയുന്നത് നമ്മുടെ ഫസ്റ്റ് ഹാഷ് മാപ്പാണ്. അതിനകത്ത് A of I is equal to B of I, അതായത് സെക്കൻഡ് ഹാഷ് മാപ്പ്. മാച്ച് മൈനസ് ആണ് സംഭവം. അത് കഴിഞ്ഞിട്ട് B of I plus equal to and or sub. -1 ആണെങ്കിൽ മൈനസ് ആയിക്കോളും, +1 ആണെങ്കിൽ പ്ലസ് ആയിക്കോളും. അത് കഴിഞ്ഞിട്ട് ഇഫ് സെയിം സാധനം മാച്ച് ++. അപ്പം ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞ സെയിം സാധനം, അതിൻ്റെ കോഡാണിത്. ഇത് കണ്ടപ്പം ഒന്നും മനസ്സിലായി കാണില്ല, പക്ഷേ ചില സമയത്ത് ചിലവർക്ക് മനസ്സിലായി കാണും. ഇതെന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ആദ്യം പറയുന്നു, ആദ്യം ഈക്വാലിറ്റി ചെക്ക് ചെയ്യുന്നു. അത് രണ്ടും ഈക്വൽ ആയിരുന്നുണ്ടെങ്കിൽ നമ്മൾ മാച്ച് മൈനസ് ചെയ്യും. കാര്യം നമ്മൾ മാച്ച് മൈനസ് എന്താ ചെയ്യുന്ന കാര്യം, നമ്മൾ ഈക്വാലിറ്റി ബ്രേക്ക് ചെയ്യാൻ പോവാണ്. കാര്യം നമ്മൾ +ഓ - എന്താ ചെയ്യാൻ പോവാണ്. അപ്പോൾ എന്തായാലും ഈക്വാലിറ്റി ബ്രേക്ക് ആവും. അപ്പോൾ ഈ ആദ്യം ഈക്വൽ ആയിരുന്നുണ്ടെങ്കിൽ നമ്മൾ മാച്ച് മൈനസ് ചെയ്യുന്നു. നമ്മൾ +ഓ - ചെയ്ത ശേഷം ഈക്വൽ ആണെങ്കിൽ പുതിയ മാച്ച് ക്രിയേറ്റ് ആയി, അതിൻ്റെ അർത്ഥം ++ ചെയ്യുന്നു. മനസ്സിലായോ? അത്രേ ഉള്ളൂ. അതായത് നമ്മുടെ കറണ്ട് ക്യാരക്ടേഴ്സിനകത്ത് ഓൾറെഡി ഈക്വൽ ആയിരുന്നുണ്ടെങ്കിൽ നമ്മൾ മാച്ച് മൈനസ് ചെയ്യണം. കാരണം എന്താ, നമ്മളത് ബ്രേക്ക് ചെയ്യാൻ പോവാണ്. B + or = ആഡ് ഓർ സബ് ചെയ്യുമ്പോഴത്തേക്ക് നമ്മളത് ബ്രേക്ക് ചെയ്യാൻ പോവാണ്. ബ്രേക്ക് ചെയ്യുന്നതുകൊണ്ട് മാച്ച് കുറയ്ക്കണം. അത് ബ്രേക്ക് ചെയ്ത ശേഷം നമ്മൾ പിന്നെയും ചെക്ക് ചെയ്തപ്പോൾ അത് ഈക്വൽ ആണെന്നുണ്ടെങ്കിൽ പുതിയ മാച്ച് ക്രിയേറ്റ് ആയി, ആ മാച്ച് കൂട്ടണം. അപ്പോൾ നമ്മൾ അങ്ങനെ മാച്ച് കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്തു. ഇവിടെ നമ്മൾ ഫ്രീക്വൻസി ചെയ്തു, മാച്ച് വേരിയബിൾ ചെയ്ത് എല്ലാം സെറ്റ്. റൺ ചെയ്ത് നോക്കാം. എന്ത് സംഭവം ഇവിടെ നമ്മൾ ഇതൊന്നും ഇട്ടെടുക്കാൻ പാടില്ല. ഇവിടെ കോമയാണ് മോനെ. സംഭവം S.length എന്നാണ്, S1.length അല്ലേ. സെറ്റ് ശരി, വലിയ വീഡിയോ ആയിപ്പോയി മച്ചാമാരെ. ബട്ട് സെറ്റ് നമ്മൾ പിടിച്ചു അല്ലേ, പിടിച്ചു. താങ്ക് യു.